മനസ്സിലാവുന്നത്. നമുക്കൊരു വീഡിയോയിൽ കാണാം. ഞാനിങ്ങനെ ഇവിടെ നാട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ അന്യമതസ്ഥരെ ഒന്നും വിമർശിക്കുന്ന ഒരാളെ അല്ല. നമുക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, കേട്ടിട്ടല്ലേ? അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇന്ത്യയുടെ ഒരു നയമുണ്ട്, ആദ്യം കയറി ആറ്റം ബോംബിട്ട് അടിക്കുകയില്ലെന്ന്. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അല്ലേ? അതേ ഉള്ളൂ. അവർ പറഞ്ഞാൽ അതിന് മറുപടി, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് കയറി നമുക്ക് പറയാൻ ഇഷ്ടം പോലെ കാര്യം തിരുവെടുത്തി കിടക്കല്ലേ. പക്ഷെ ഒരുത്തൻ ഈ വൈരാഗ്യമെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ട് വന്ന ഈ കള്ളി എത്തുന്ന ആ വേഷത്തിൽ ഇങ്ങോട്ട് ഓരോ ഒറ്റ വെട്ടല്ലേ. അത് ഈ വീഡിയോ കിടപ്പുണ്ട്, ആരോ ഇട്ടേക്കുന്നുണ്ട്. പക്ഷേ വെട്ട് കിട്ടിയത് ഈ സ്റ്റാൻഡിനിട്ട. ഞാൻ ചുമ്മാ ഒന്നുമല്ല ഇത് വെച്ചേക്കുന്നത്. ബുദ്ധി ശിശുക്കളായിരുന്ന കർത്താവ് പറഞ്ഞൊരു ഒറ്റ വെട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കും ചെല്ലുന്നിടത്ത്. കാരണം ചിലയിടത്ത് ഈ പോഡിയം കണ്ടു കഴിഞ്ഞാൽ മൊബൈൽ മോർച്ചറി പോലെ നമ്മളെ കാണത്തില്ല, അല്ലേ? ഒരല്പം തല മാത്രം. ഇത് കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനൊരു വെട്ട്, ഇത് വെട്ടി മറിഞ്ഞപ്പോഴേക്കും പേടിച്ചു ഈ ശബ്ദമല്ലോടെ കേട്ട്. അപ്പോൾ എനിക്കൊരു ധൈര്യം കൂടി അന്നേരം. ഈ ജന്മനാ ധൈര്യമുള്ള ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇരിക്കട യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പറഞ്ഞു. രസമതല്ല. തിരിഞ്ഞു നോക്കുകയും സകല റൈറ്റ് റെവറൻഡ് അട്ടർ മോസ്റ്റ് റെവറൻഡുമാരും ഓടുന്ന ഓട്ടം കാണണം. അപ്പോൾ അവിടെ വാക്യം വായിക്കുന്ന ഒരു കൊച്ച അവിടെ ഇരിപ്പുണ്ട്, ഒരു പെങ്കൊച്ച്. പാവം പാട്ട് പാടുന്നൊരു കൊച്ച, അത് വാക്യവും വായിച്ചുണ്ട് അവിടെ ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല. സഭ എടുക്കപ്പെട്ടതാണോ എന്ന് ഞാൻ ഓർത്തുപോയി. കൈവിടപ്പെട്ടു പോയോ എന്ന് ഓർത്തുപോയി. ഓടിക്കളഞ്ഞ് സകലയെണ്ണോ. പിന്നെ ആരോ ചെറുപ്പക്കാരൊക്കെ വന്ന് അവനെയും പിടിച്ചുകൊണ്ട് പോയി. അത് വലിയ സുവിശേഷ വിരോധിയല്ല, വെളിവില്ലാതെ ഒക്കെ ഒരുത്തം വന്ന. അതിനെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. നാട്ടുകാർക്ക് നമുക്ക് അനുകൂലമായി. 2-4-5 മിനിറ്റ് നേരം ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അത് ഓടിപ്പോലും ഒരുത്തം വന്നിട്ട് പറയാ, പക്ഷേ എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നുണ്ടല്ലോ, ഞാനവിടെ നിന്ന് വഷളാകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് പോയതാണ്. ഞാൻ പറഞ്ഞു നന്നായി. ഇതിനല്ല ഇവന് ഈ ന്യായവിധി എവിടെ കൊണ്ട് തീർക്കുമെന്ന് ഞാൻ ഓർക്കുന്നത് ഈ വാക്കിന്. ചുമ്മാ നിന്നങ്ങ് തട്ടിയേക്കുക, അല്ലേ? അപ്പോഴേ എളുപ്പമല്ല ഇതിൻ്റെ കോട്ടയ്ക്കകത്ത് കയറി വെല്ലുവിളിക്കാൻ. യെരുശലേമെ വെല്ലുവിളിക്കാൻ എളുപ്പമാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദേശാധിപതിയെ ബന്ധിക്കാൻ എളുപ്പമാണ്. വെട്ടുന്നു തിരിക്കുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. അച്ചാനും തിരിഞ്ഞിട്ട് പോട്ടെന്ന് പിള്ളേർ ഉറക്കും. അച്ഛൻ വെട്ടുവോ ബന്ധിക്കുവോ, അല്ലേ? മൊത്തം ബന്ധിച്ച് പ്രാർത്ഥിച്ചേക്കുക, വെട്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യാം. ആർക്കും ഒരു പരിഭവമില്ല. പക്ഷേ ഞാൻ താമസിച്ച അച്ചൻകുഞ്ഞാൻ്റെ വീട്ടിൽ ആൻറ്റി ചോദിച്ചു, വല്ലതും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം ആൻറ്റി പെട്ടുപോയി. ആൻറ്റി വന്നിട്ടുണ്ടോ? നമ്മളൊന്നിച്ചല്ലേ വന്നല്ലേ? ഷോപ്പിങ്ങിന് പോകണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്നാകുമെന്ന് പറഞ്ഞു. അവസാനം എന്തുകൊണ്ടെങ്കിലും പറയാം, ഞാൻ ഒരു BMW വേണമെന്ന് പറഞ്ഞു. ഇവിടെ വരെ വേണ്ടിയിട്ടില്ല. ഞാൻ ചെറിയൊരാവശ്യമേ പറഞ്ഞുള്ളൂ. ആ വിഷയമേ വിട്ടു, അന്നേരം വിട്ടു. ഞാൻ വേണ്ടെന്നാകുന്ന പറഞ്ഞ കാല് പിടിക്കാൻ പറഞ്ഞു. അത് ഉഴുന്നോടെ തുടങ്ങിയതാ. ഉഴുന്നോടെ വേണോ, ചായ വേണോ, കാപ്പി വേണോ എന്ന് ചോദിച്ച് പോയതാ. അതുകൊണ്ടാണ് ഞാൻ പറയാത്ത, മനസ്സ് ഉറക്കാത്തതാ. പോട്ടെ. അപ്പോൾ ഒരു കാര്യം ഓർത്തപ്പോൾ പറയട്ടെ. ഞാൻ അതീവ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ദിനങ്ങളിൽ. ഇവിടെ 2 മക്കൾ, നമുക്ക് ചേട്ടൻ്റെ കൊച്ചുമക്കളാണ്. ഈ കയ്യിലൊക്കെ ഇട്ട് വളർത്തിയ നല്ല വിശ്വാസികൾ, നല്ല കുഞ്ഞുങ്ങൾ. 2 ആഴ്ച മുമ്പുള്ളൊരു ഞായറാഴ്ച പിറ്റേന്ന് അവർക്ക് കോളേജിൽ പോകണം. തൊട്ടടുത്തുള്ളൊരു പാറമടക്കുളത്തിൽ കരിങ്കൽക്വാറി, അവിടെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. അതിലേക്ക് ഇറങ്ങാനുള്ള വഴിയിലെ ചെളിയിൽ തട്ടി 5 കൂട്ടുകാർ, ഒരുത്തൻ രക്ഷിക്കാൻ ചാടി. അത്രയും കുട്ടികൾ വീണു. അതിലെ മുതിർന്ന കുട്ടി 3 പേരെ രക്ഷിച്ച് കരക്കയറ്റി. അപ്പോഴേക്ക് അവൻ ക്ഷീണിച്ചു. ഒരുവനിങ്ങനെ മുങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ ബാക്കി കൂട്ടുകാർ പറഞ്ഞു, ചേട്ടായി പോവല്ല്. അപ്പോൾ അവനൊരു വാക്ക് പറഞ്ഞു, കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ വരില്ല. എടുത്തൊരു ചാട്ടമാണ്. 2 ആളും മരിച്ചു. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച എന്നെ അറിയിച്ചില്ല വീട്ടിലാരും. പെട്ടെന്ന് ഈ 2 പേരുടെ വിയോഗം. ഞാനന്ന് പോയ ചർച്ചിൽ 2 ചർച്ചിലുണ്ടായിരുന്നു. ഉക്രൈനികളുടെ ചർച്ചിലുമുണ്ട്, നമ്മുടെ ചർച്ചിലുണ്ട്. അപ്പോൾ അവിടെ പ്രസംഗിച്ചത്, ഇതൊന്നും അറിയാതെ പ്രസംഗിച്ചത്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ
അവർ അതിനെ ജലാശയമാക്കും. എൻ്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. സന്തോഷം ആ പ്രായമുള്ള ഒത്തിരി ചെറുപ്പക്കാരായ യോഗത്തിലുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല പ്രാർത്ഥനയിൽ, സമർപ്പണത്തിൽ അങ്ങനെ നിലകൊണ്ടു. വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ ഫോൺ നിറച്ച് മിസ്ഡ് കോളാണ്. നോക്കുമ്പോഴേക്കും നാളെ രാവിലെ അടക്കം, പെട്ടെന്ന് അടക്കണം. ലങ്സിലെല്ലാം ചെളി കയറി ഭീകരമായൊരവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഇഹലോകം വിട്ട് കറുത്ത സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇവിടെ നിന്ന് ഞാനൊരു മെസ്സേജ് പറയാൻ ബാധ്യസ്ഥനായി ഓൺലൈനിൽ. കണ്ട സന്തോഷനിർഭരമായൊരു അനുഭവം. രണ്ടാളുടെയും മൃതദേഹം ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിലൊരു കുട്ടിയുടെ അപ്പനെ നന്ദി പറയാൻ വിളിച്ചപ്പോൾ അവൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുക, മരിന്ന് ഞായറാഴ്ച പകലും സാക്ഷി പറഞ്ഞവരാ, അവരിന്നും ആരാധിച്ചവരാ. ദുഃഖമുണ്ട്, ഞങ്ങൾക്ക് ഭാരമില്ല. ഈ പുസ്തകം ഞങ്ങളുടെ വെളിച്ചമാ, വഴികാട്ടിയ. ഒരു പുതിയ ബലം എനിക്കും ലഭിച്ചു, പുതിയൊരു ശക്തി എനിക്കും ലഭിച്ചു. പ്രാർത്ഥിക്കാൻ നമ്മൾ മുഴങ്കാലിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒഴുക്കില്ലെങ്കിൽ എന്തോ പ്രശ്നം, നിരപ്പാകേണ്ട എന്തോ ഘടകം. എന്താ ഈ ബാബേൽ പ്രവാസം? മനസ്സിലായ എന്താന്ന്? 28 തലമുറയ്ക്കപ്പുറത്തെ അപ്പച്ചൻ അടരാടി തോൽപ്പിച്ച് യുദ്ധം ചെയ്ത് 10 എണ്ണത്തെ അട്ടിമറിച്ച് ജയഭേരി മുഴക്കി വന്ന മണ്ണിലൂടെ 28ാം തലമുറ ചാട്ടവാറിന് തല്ലുവാങ്ങി പെരുവഴിയിലൂടെ ചങ്ങലയ്ക്ക് കെട്ടി വലിച്ച് നായെപ്പോലെ പണ്ടപ്പനിറങ്ങിയ സ്ഥലത്ത് കൊണ്ടിട്ടെന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? മനസ്സിലായോല്ലോ? നമ്മൾ സൂക്ഷിക്കണമെന്ന്. ജയമെടുത്തോണം, വിമർശനമൊന്നുമല്ല. ഈ വിമർശനമേ അല്ല, സ്വയവിമർശന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൻ ജയമെടുത്ത മണ്ണിലൂടെ 28ാം തലമുറ നിമ്രോദിൻ്റെ നാട്ടിൽ, നമുക്കറിയാം അബ്രഹാമിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. ബിംബാരാധനയുടെ മടിത്തട്ടിൽ, വിഗ്രഹാരാധനയുടെ തറവാട്ട് ഭൂമിയിൽ അതിനെയൊക്കെ വെല്ലുവിളിച്ച് ദൈവശില്പിയായി നിർമ്മിച്ച നഗരത്തിലേക്ക് യാത്ര ചെയ്തു പോയവൻ്റെ 28ാം തലമുറയ്ക്ക് ഒപ്പം സാത്താൻ നിഴൽ പോലെ കൂടി തിരിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടവരുമായിരുന്നു. നമുക്ക് ജയമെടുത്ത് മുമ്പോട്ട് പോകണം. ഇതെല്ലാം തികഞ്ഞവരുടെ കൂട്ടായ്മയല്ല, പരിമിതികളുള്ള മനുഷ്യരാ ഇവിടെയും കൂടുന്നത്. കുറവുകളും കുറ്റങ്ങളുമുള്ള ഒരാളാണ് ഇവിടുത്തെ പാസ്റ്റർ. ഈ പ്രസംഗിക്കുന്ന ആൾ, കേൾക്കുന്ന നിങ്ങൾ കുറവുകളുള്ള മനുഷ്യരാ. പക്ഷെ കുറവില്ലാത്ത ഒരുവനെ ഞാനും നിങ്ങളും ഒരുമിച്ച് ഉയർത്തി അവൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ കുറവുകളെ തിരുത്താൻ, അത് പരിഹരിക്കാൻ ഒരു വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ കുറവുകൾ കണ്ടിട്ട് പിന്തിരിഞ്ഞോടി പഴയതിലും മോശമായ നിലയിൽ ചെന്ന് അങ്ങകല ബാബിലോണിൽ പതിക്കുകയല്ല. എനിക്ക് മുമ്പോട്ട് പോകണം, എൻ്റെ തലമുറ മുമ്പോട്ട് പോകത്തക്ക വിധം ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ ഈ രാത്രിയിലെ യോഗത്തിൽ ഒരു പുനഃസമർപ്പണം ചെയ്യാൻ ആർക്കൊക്കെ മനസ്സുണ്ട്? ദൈവമക്കളെ, ഒരു വിടുതലാ വീട്ടിൽ വ്യാപരിക്കാൻ പോന്നേ. നിരാശപ്പെടുത്തുന്ന 100 അനുഭവങ്ങൾ ജീവിതത്തിൽ മറ്റു പലതുമുണ്ടെങ്കിലും, കെട്ടിപ്പൊക്കിയ പലതുമുണ്ടെങ്കിലും, പടുത്തുയർത്തിയ പലതുമുണ്ടെങ്കിലും, ഒരു നിരാശയുടെ കാർമേഘം കെട്ടിയ മനസ്സോടെ ഒരാളെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ ഒന്ന് ഉറപ്പിച്ചു കൊള്ളണം, ഇടപെടുന്നൊരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ തകർച്ചയിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുന്ന ഒരു ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നു. അങ്ങനെ മടങ്ങിപ്പോയി ഇസ്രായേൽ മക്കൾ. അവരിപ്പോൾ എവിടെ എത്തി? അപ്പൻ പോകുന്ന സ്ഥലത്ത് 28 തലമുറ കഴിഞ്ഞപ്പോൾ എത്തി. അതിൻ്റെ ഒരു പേരാണ് സത്യത്തിൽ ഈ പിന്മാറ്റം എന്ന് പറയുക, അല്ലേ? ആ സ്ഥലത്ത് തിരിച്ചെത്തി. പിന്മാറ്റം അതുകൊണ്ട് തീരുന്നില്ല. പണ്ടത്തെ ആത്മാർത്ഥത കുറയുന്നത് ഒരു പിന്മാറ്റമാണ്. അവിടെ മുതൽ നമ്മൾ സ്വയം പരിശോധിക്കണം. നിങ്ങൾക്ക് ആഹാരം പഴയതുപോലെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരീരത്തിന് പ്രശ്നമുണ്ടെന്നാ. നിങ്ങൾക്ക് പ്രാർത്ഥന കുറയുന്നെങ്കിൽ ആത്മീയ പ്രശ്നമുണ്ടെന്നാ. സഭായകത്തിന് വരാനുള്ള ശുഷ്കാന്തി നഷ്ടപ്പെടുന്നെങ്കിൽ ഏതോ കുറവുണ്ടെന്നാ. അതിന് നമ്മളൊരു കാരണം പറയും, പാസ്റ്റർ മെസ്സേജ് പോരാ. ശരിയുമാണത്, ഞാൻ സമ്മതിക്കുന്നു. പാട്ട് പോരാ, ശുശ്രൂഷയിൽ സന്തോഷമില്ല. പക്ഷേ ഇതൊന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. എത്ര നേരം മുഴങ്കാലിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതൊന്ന് റിഫോം ചെയ്തെടുക്കണ്ടേ, ഇതൊന്ന് പുനരുദ്ധരിക്കണ്ടേ? അതിന് നിങ്ങൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞോടാൻ തിരിച്ചു ബാബിലോണിലേക്ക് പോകുന്ന ഒരു തലമുറയുടെ വഴിയിൽ നമ്മളിങ്ങനെ നിൽക്കുക. അത് കണ്ട് ഇരമ്യ പ്രവാചകൻ പണ്ടേ എഴുതി വെച്ചു, റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു.
ഇരമ്യാവ് ഇത് എഴുതുന്ന കാലത്ത് റാഹേൽ ജീവിച്ചിരിപ്പില്ല. എവിടാന്നറിയണ്ടേ? ഇന്ന് ഈ പാലസ്തീനിലൊക്കെ പോയവർക്കറിയാം, അഖീബ എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കല്ലറയുണ്ട്. അതിൻ്റെ അടുത്ത് ഈ അഖീബയുടെ കല്ലറ പലരും കാണും. തൊട്ടടുത്ത് എഴുതിയിട്ടുണ്ട് ടോംബ് ഓഫ് റേച്ചൽ. അത് ശ്രദ്ധിക്കണം. ബെന്യാമിൻ്റെ അതിരിങ്കല സേൽസഹിൽ റാഹേലിൻ്റെ കല്ലറയ്ക്ക് മുമ്പിലൂടെ ഇസ്രായേൽ മക്കളുടെ പുതിയ തലമുറ 28ാം തലമുറ മടങ്ങിപ്പോകുന്നത് കണ്ട് പ്രവാചകൻ പറയുക, ഇന്ന് റാഹേൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പണ്ടത്തെ കരച്ചിലെ മക്കളുണ്ടല്ലോ എന്നോർത്ത് കരയുന്നൊരവസരത്തിൽ മക്കളെ ചൊല്ലി അവൾ കരഞ്ഞു. ഇതിൻ്റെ അർത്ഥമെന്താ? മക്കളെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ചില അനുഭവങ്ങൾ സംജാതമാകുമ്പോൾ, അവരുടെ നീക്കങ്ങൾ, യാത്രകൾ അത്തരം അവസ്ഥാവിശേഷങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഞാനും നിങ്ങളും നിസ്സഹായരാ. അത് ഇവിടാണെങ്കിലും നാട്ടിലാണെങ്കിലും. മക്കൾ ദൈവവഴി വിട്ടുപോകുന്ന ഒരു വേളയിൽ ഞാനും നിങ്ങളും നിസ്സഹായരാ. പക്ഷേ നമ്മുടെ ദൈവം ദുർബലനൊന്നുമല്ല. നമ്മുടെ കർത്താവിൻ്റെ ശക്തി ചോർന്നിട്ടൊന്നുമില്ല. അവിടുത്തെ കൃപയ്ക്ക് ഭംഗം വന്നിട്ടില്ല. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മളാൽ കഴിയാത്തത് ചിലതിനെ കൊണ്ടുകൊടുക്കാൻ ഇനിയുള്ള കാലം പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മളൊന്ന് ശക്തിപ്പെടണം. അതിനാ നമ്മളെ ദൈവം ഇന്നോടെ കൊണ്ടുവന്നേ. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ അവിടെ ചെന്നു. അതിലുള്ള കുട്ടികളായി ശദ്രക്ക്, മേശക്ക്, അബേദ്നേഗോ തീച്ചൂളിലൊക്കെ ഇടുമ്പോൾ ഇവർ മൂന്നേ ഉള്ളൂ അല്ലേ? എൻ്റെ കാരണം അറിയാം. എൻ്റെ കാരണം ഈ ദാനിയേൽ കുറേ കൂടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, നയതന്ത്രജ്ഞനൊക്കെയാണ്. അദ്ദേഹം തന്നെ പറയുന്നില്ലേ, ഞാൻ ബേൽശസ്സർ രാജാവിൻ്റെ 3-ാം ആണ്ടിൽ ശൂഷൻ രാജധാനിയിൽ ഞാൻ ഇരിക്കുമ്പോൾ. അത് വേറൊരു സ്ഥലമാണ്. ശൂഷൻ രാജധാനി പരിചയമുണ്ടോ നമുക്കല്ലേ? എസ്തേർ അവിടെ ഇരുന്ന. ഇവരിൽ ആരാദ്യം ഇരുന്നതെന്ന് ചോദിച്ചാൽ ദാനിയേല. എസ്തേർ ഒടുവിലാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അഹശ്വേരോഷിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ കാര്യം പിടികിട്ടും അല്ലേ? ജോർജ് വാഷിങ്ടൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ കാലം പിടികിട്ടൂലേ? ഒബാമ അമേരിക്ക ഭരിക്കുമ്പോൾ കാലം പിടികിട്ടുകയല്ലേ? അപ്പോൾ പുസ്തകക്രമത്തിൽ എസ്തേർ നേരത്തെ വന്നാണ്. തെറ്റിപ്പോയതല്ല. ബൈബിൾ ക്രോഡീകരിച്ചത് പെട്ടെന്ന് വാരി കുട്ടി കെട്ടിയപ്പോൾ സംഭവിച്ചല്ല. വിഷയങ്ങളെ ആസ്പദമാക്കിയാണ്, കാലത്തെ ആസ്പദമാക്കിയല്ല. ഇത് പേർഷ്യൻ രാജാക്കന്മാരുടെ ശൈത്യകാല രാജധാനിയാണ്. തണുപ്പ് കാലം വരുമ്പോൾ മഞ്ഞ് പാഴ്ച കൂടുതലായതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നയതന്ത്ര ചർച്ചകൾക്കൊക്കെ ഈ മനുഷ്യൻ പോകും. കാരണം എന്താ? അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അതാണ് കാര്യം. ഈ മക്കൾ അല്പം കൂടെ താഴെയാണ്. അപ്പോൾ ഇവരവിടെ ചെന്നു. അതാ ചാപ്റ്റർ 1. അവിടെ ചെല്ലുമ്പോൾ ഒരു സംഭവം, രാജാവ് ഇവരുടെ പേരൊക്കെ മാറ്റിയെന്നു അല്ലേ? ഇപ്പോൾ പേര് മാറ്റിയെന്ന് ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? പേരെന്തിനാ മാറ്റിയതിന് നമ്മൾ വിഷമിക്കുന്നത്? കാരണം നമ്മുടെ പേരെന്തിനുള്ള വേറൊരാൾക്ക് വിളിക്കാൻ. നമ്മൾ ഇന്ന് വരെ നമ്മളെ തങ്കച്ചാന്ന് വിളിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ സ്വന്തം പേര്? അങ്ങനെ ആരെങ്കിലും വിളിക്കുന്ന കണ്ടാ പെട്ടെന്ന് ചികിത്സിച്ചോണം, പെട്ടെന്ന് ചെയ്തോണം. നമുക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും ഉള്ള. അതുകൊണ്ട് ഇവർ പോട്ടെന്ന് വെച്ചു. ഇത് പറഞ്ഞപ്പോഴേ ഈ കോവിഡിൻ്റെ സമയത്ത് എങ്ങാണ്ടൊരു ഡോക്ടറെ കാണാൻ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, അവിടെ ഇരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ചീട്ടെഴുതാൻ ഇരിക്കുന്ന ആളിൻ്റെ ആ വേഗത കണ്ടിട്ടില്ലേ? അത് കണ്ടാൽ നമ്മളവർക്ക് ECG അവനാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. അവൻ കൈക്ക് ECG എടുക്കാമെന്ന് തോന്നുന്നു. അതുപോലെ ഇത് എഴുതി വിടുന്നു. അപ്പോൾ ഒരാളവിടെ ചെന്നിട്ട് ജേക്കബ് ഫെർണാണ്ടസ് എന്ന് പേര് പറഞ്ഞു. ആ ചീട്ടെടുന്നവൻ പറയാ സാബു എന്ന് എഴുതുമെന്ന്. കയറി ചെന്ന് മരുന്നും മേടിച്ചുകൊണ്ട് പോകാൻ നേരമില്ലാത്തതുകൊണ്ടാ. അടുത്ത ആൾ നിൽക്കുക. അതിന് ഇവനിപ്പോൾ എഴുതി വരുമ്പോഴേക്ക് ഒരു 3-4 ചീട്ടെഴുതാനുള്ള സമയം പോകുന്നുണ്ട്. ഇനി നിൻ്റെ പേരെന്തുവാ? സാബു. കയറി ചെല്ലാൻ പറഞ്ഞു. മറ്റൊരാണ്ട് പറയാൻ നിൽക്കുന്നതിന് പോടാന്ന് എന്ന് പറഞ്ഞാൽ പേര് മാറ്റി. എങ്ങനെയാ? ഇവരുടെ പേര്. പക്ഷെ ആ പേരിലൊരു അപകടമുണ്ട്. ദൈവങ്ങളുടെ പേരാണ് ഇവർ ഇടുന്നത്. അവരുടെ ദൈവങ്ങളുടെ പേര് അത് യഹൂദൻ്റെ മീതെ ഇട്ട് അവൻ്റെ ആ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമമാണ് നടത്തണേ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ, പാഷന്മാരെയൊക്കെ കൊണ്ട് വഴിയെ പോകുമ്പോൾ വടക്കേണ്ടിലൊക്കെ ജയ് ശ്രീറാം എന്ന് വിളിക്കുക, അട്ടിക്കുക. എന്നോടൊരാൾ ചോദിച്ചു, അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു തെറ്റില്ല. അങ്ങനെ ആരെങ്കിലും തോറ്റ് കിടക്കുകയാണ്, നീയേലും വിളിച്ചവനങ്ങ് ജയിക്കട്ടെ ഇല്ലേ? ജയ് ജയ് എന്ന് വിളിക്കേണ്ടി വരിക. നിൻ്റെ അർത്ഥം എന്താ?
അങ്ങേര് തോറ്റെങ്കിൽ നമ്മളെല്ലാം കൂടെ കൂടി വിളിച്ച് അങ്ങനെങ്കിലും അവൻ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെന്ന്. മനസ്സിലായില്ല നിങ്ങൾക്കല്ലേ? പോട്ടെ, വിളിക്കാനല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതുപോലെ ഇവരുടെ പേരൊക്കെ മാറ്റി. 2-ാം അധ്യായത്തിൽ അവരുടെ ഭക്ഷണം മാറ്റി. 3-ാം അധ്യായത്തിൽ അവരുടെ ആരാധന മാറ്റി. കണ്ടോ പിശാചിൻ്റെ ഒരു ഘട്ടം ഘട്ടം. പക്ഷെ 2-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈ മക്കൾ ചെറുത്തു. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ വേണ്ട, ഭക്ഷണം മോശമായിട്ടല്ല, ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, നല്ല ഫുഡാണ്. പക്ഷെ പ്രശ്നം ഇത് ജാതീയദേവന്മാർക്ക് നിവേദിച്ച കാളക്കുറ്റൻ്റെ മാംസമാണ് കൊണ്ടുവെക്കുന്നത്. അവരുടെ നാട്ടിൽ ഇഷ്ടദേവതകൾക്ക് മുമ്പിൽ സമർപ്പിച്ച വൈനാണ് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവെക്കുന്നത്. ഇതൊരു ജൂതനെ കൊണ്ട് കഴിപ്പിച്ച് അവൻ്റെ പ്രാഗൽഭ്യം നശിപ്പിക്കണം ഇതിനാ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാഗൽഭ്യം നശിപ്പിക്കാൻ ചിലതൊക്കെ സാത്താൻ വെച്ച് നീട്ടും. നമുക്കൊന്ന് ജയമെടുത്താലോ? ഹല്ലേലൂയ. നമുക്കൊന്ന് ജയമെടുക്കണം. കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ നാടിൻ്റെ കൾച്ചറാ. പക്ഷേ പ്രശ്നം എന്താ? പ്രാർത്ഥിക്കാൻ നമ്മൾ മുഴങ്കാലിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒഴുക്കില്ലെങ്കിൽ എന്തോ പ്രശ്നം, നിരപ്പാകേണ്ട എന്തോ ഘടകം. ആ മക്കൾ വിവേചന ബുദ്ധിയുള്ളവരായിരുന്നു. അവരെ പറഞ്ഞു വേണ്ട, പകരം കിട്ടിയതാണ്. മലയാളത്തിലെന്താ അത് ഈ പച്ചിലകളും സാലഡ് പോലൊക്കെയുള്ള സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചോളാം. അതെന്നൊക്കെ നമുക്കറിയാം. അതിലെ സ്റ്റോറി പോലുള്ള അംശമൊക്കെ ഞാൻ വിടുന്നു. അടുത്ത ദിവസമാണ് ഒരു ചിന്ത വന്നു, എന്തെന്നാ വിഗ്രഹാരാധന. അതുണ്ടാക്കി വെച്ചു, അതിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ രാജാക്കന്മാർക്ക് ഓരോ സമയത്ത് വെളിവില്ലെങ്കിൽ ഇങ്ങനെ ഓരോ നിയമം കൊണ്ടുവരും. അതിനാ വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇയാൾ എഴുന്നേറ്റ് വരുമ്പോഴേ കട്ടൻ ചായ തെറ്റിപ്പോയാൽ അത് നിയമത്തെ പ്രതിഫലിക്കും, സൂക്ഷിക്കണമെന്ന്. അതിന് പിടികിട്ടിയോ? നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. ഞാനിതാ പറഞ്ഞ് വേറെ എവിടെയോ പറഞ്ഞ് ഒരു രാജ്യം കണ്ടില്ലേ, അവിടുത്തെ ഭരണാധികാരി പാർലമെൻറ്റിൽ ഇരുന്ന് ഒരാൾ ഉറങ്ങിയപ്പോൾ തോക്കെടുത്തങ്ങ് വെടിവെച്ചെന്ന് ഷൂട്ട് ചെയ്തു. രാജ്യമൊക്കെ എനിക്കറിയാം, പക്ഷേ കണക്ഷൻ ഫ്ലൈറ്റിനാണ് പോകുന്നില്ല. അവിടെ വല്ല ഒന്ന് ചാടിപ്പോയാലോ? ആളിനെ എനിക്കറിയാം. നിങ്ങൾ രാവിലെയും പറഞ്ഞു, ഇങ്ങനെ മാനസിക രോഗികൾ ഒത്തിരി ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഒരു കാര്യം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇയാളെ വിസ കൊടുത്ത് നമ്മുടെ ചർച്ചിലൊന്ന് ഇറക്കിയാലോ? മനസ്സിലായില്ലേ? സഹായത്തിന് ഈ അച്ചാനെ ഒന്ന് ഇറക്കിയെങ്കിൽ ഒരു ചെറിയ കൃപ. അപ്പോൾ ഇയാൾ വെച്ചങ്ങ് തട്ടുക. അവളുടെ കാർന്നോരെ അമ്മാച്ചനെ വെട്ടിയെരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുത്തു. ഭയങ്കര ക്രൂരനാണ്. ഇത്തരം കുറേ രാജാക്കന്മാരുണ്ട്. അതിലൊരുത്തനിട്ട ഉത്തരവാണ് വിഗ്രഹത്തോട് പ്രാർത്ഥിക്കണം. കമ്മിറ്റി കൂടാതെ മക്കൾ പോയില്ല, അവരവിടെ നിന്നിട്ട് പറഞ്ഞു. സാധാരണ പറയുന്നതൊക്കെ തിരുമനസ്സെന്നാണ്. നിങ്ങളവിടെ ശ്രദ്ധിച്ചോ, ഒരൊറ്റ അടി നെബൂഖദ്നേസറെന്ന്. മനസ്സിലായില്ലേ? മര്യാദക്കൊക്കെ നിന്നാൽ തിരുമനി എന്നൊക്കെ വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത്തരം പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കല്ലെന്ന്. നെബൂഖദ്നേസറേ, ഇക്കാര്യത്തിൽ പ്രതിവാദമൊന്നുമില്ല, ഉത്തരവൊന്നും നിന്നോട് പറയാനും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല. സ്തോത്രം. ഈ ഒറ്റ വാക്ക് പറയേണ്ടടുത്ത് കയറി പറഞ്ഞപ്പോൾ, യെരൂശലേമിൽ നിന്ന് പറയാനുള്ള എളുപ്പമല്ല ഈ തട്ടകത്തിൽ കയറിന്ന് പറയാൻ. മനസ്സിലായോ? ദൈവം എന്താ തെളിയിച്ചെന്നറിയണ്ടേ? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത് പരാജയമാണ്. പരാജയം വരല്ലേ? ആ ശത്രു വേട്ടയാടി അവൻ്റെ തട്ടകത്തിൽ തിരിച്ചുകൊണ്ട് 28 തലമുറയിലെ അധ്വാനം കൊണ്ട് തന്ത്രം മെനഞ്ഞവിടെ തിരിച്ചു കൊണ്ടിട്ടപ്പോൾ അതിനെ മുഴുവൻ തകർക്കുന്ന
ഒറ്റ നിലപാടാണ് ഈ കുഞ്ഞുങ്ങൾ വിളിച്ചു പറയുന്നത്. സാധ്യമല്ല, നീ എന്ത് ചിന്തിച്ച് ഇവിടെ കൊണ്ടിട്ടോ, ഈ കൈ കൊണ്ട് ഞങ്ങൾ നമസ്കരിക്കില്ല, ഞങ്ങൾ നിന്നെ ബഹുമാനിക്കും, ഭരണഘടന അംഗീകരിക്കും, ഞങ്ങൾ ആരാധിക്കുമെങ്കിൽ ഒരുവനെ മാത്രം, അത് ഞങ്ങളെ സൃഷ്ടിച്ച ആ ദൈവം രക്ഷിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കയില്ല. നമുക്കിതൊന്ന് ക്രോഡീകരിക്കണം. നമ്മളിതൊക്കെ പറയുന്നേ എളുപ്പമാണെങ്കിലും ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമുക്കൊരു വീഡിയോയിൽ കാണാം. ഞാനിങ്ങനെ ഇവിടെ നാട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ അന്യമതസ്ഥരെ ഒന്നും വിമർശിക്കുന്ന ഒരാളെ അല്ല. നമുക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, കേട്ടിട്ടല്ലേ? അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇന്ത്യയുടെ ഒരു നയമുണ്ട്, ആദ്യം കയറി ആറ്റം ബോംബിട്ട് അടിക്കുകയില്ലെന്ന്. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അല്ലേ? അതേ ഉള്ളൂ. അവർ പറഞ്ഞാൽ അതിന് മറുപടി, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് കയറി നമുക്ക് പറയാൻ ഇഷ്ടം പോലെ കാര്യം തിരുവെടുത്തി കിടക്കല്ലേ. പക്ഷെ ഒരുത്തൻ ഈ വൈരാഗ്യം അവിടെ കൂട്ടി വെച്ചിട്ട് വന്ന ഈ കള്ളി എത്തുന്ന ആ വേഷത്തിൽ ഇങ്ങോട്ട് ഒരൊറ്റ വെട്ടല്ലേ. അത് ഈ വീഡിയോ കിടപ്പുണ്ട്, ആരോ ഇട്ടേക്കുന്നുണ്ട്. പക്ഷേ വെട്ട് കിട്ടിയത് ഈ സ്റ്റാൻഡിനിട്ട. ഞാൻ ചുമ്മാ ഒന്നുമല്ല ഇത് വെച്ചേക്കുന്നത്. ബുദ്ധി ശിശുക്കളായിരുന്ന കർത്താവ് പറഞ്ഞൊരു ഒറ്റ വെട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കും ചെല്ലുന്നിടത്ത്. കാരണം ചിലയിടത്ത് ഈ പോഡിയം കണ്ടു കഴിഞ്ഞാൽ മൊബൈൽ മോർച്ചറി പോലെ നമ്മളെ കാണത്തില്ല, അല്ലേ? ഒരല്പം തല മാത്രം. ഇത് കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനൊരു വെട്ട്, ഇത് വെട്ടി മറിഞ്ഞപ്പോഴേക്കും പേടിച്ചു ഈ ശബ്ദമല്ലോടെ കേട്ട്. അപ്പോൾ എനിക്കൊരു ധൈര്യം കൂടി അന്നേരം. ഈ ജന്മനാ ധൈര്യമുള്ള ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇരിക്കട യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പറഞ്ഞു. രസമതല്ല. തിരിഞ്ഞു നോക്കുകയും സകല റൈറ്റ് റെവറണ്ട്, അട്ടർ മോസ്റ്റ് റെവറണ്ടുമാരും ഓടുന്ന ഓട്ടം കാണണം. അപ്പോൾ അവിടെ വാക്യം വായിക്കുന്ന ഒരു കൊച്ച അവിടെ ഇരിപ്പുണ്ട്, ഒരു പെങ്കൊച്ച്. പാവം പാട്ട് പാടുന്നൊരു കൊച്ച, അത് വാക്യവും വായിച്ചുണ്ട് അവിടെ ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല. സഭ എടുക്കപ്പെട്ടതാണോ എന്ന് ഞാൻ ഓർത്തുപോയി. കൈവിടപ്പെട്ടു പോയോ എന്ന് ഓർത്തുപോയി. ഓടിക്കളഞ്ഞ് സകലയെണ്ണോ. പിന്നെ ആരോ ചെറുപ്പക്കാരൊക്കെ വന്ന് അവനെയും പിടിച്ചുകൊണ്ട് പോയി. അത് വലിയ സുവിശേഷ വിരോധിയല്ല, വെളിവില്ലാതെ ഒക്കെ ഒരുത്തം വന്ന. അതിനെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. നാട്ടുകാർക്ക് നമുക്ക് അനുകൂലമായി. 2-4-5 മിനിറ്റ് നേരം ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അത് ഓടിപ്പോലും ഒരുത്തം വന്നിട്ട് പറയാ, പക്ഷേ എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നുണ്ടല്ലോ, ഞാനവിടെ നിന്ന് വഷളാകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് പോയതാണ്. ഞാൻ പറഞ്ഞു നന്നായി. ഇതിനല്ല ഇവൻ ഈ ന്യായവിധി എവിടെ കൊണ്ട് തീർക്കുമെന്ന് ഞാൻ ഓർക്കുന്നത് ഈ വാക്കിന്. ചുമ്മാ നിന്നങ്ങ് തട്ടിയൊക്കെ അല്ലേ. അപ്പോഴേ എളുപ്പമല്ല ഇതിൻ്റെ കോട്ടയ്ക്കകത്ത് കയറി വെല്ലുവിളിക്കാൻ. യെരുശലേമിൽ വെല്ലുവിളിക്കാൻ എളുപ്പമാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദേശാധിപതിയെ ബന്ധിക്കാൻ എളുപ്പമാണ്. വെട്ടുന്നു തിരിക്കുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. അച്ചാരം തിരിഞ്ഞിട്ട് പോട്ടെന്ന് പിള്ളേർ ഉറക്കും. അച്ഛൻ വെട്ടുവോ ബന്ധിക്കുവോ, അല്ലേ? മൊത്തം ബന്ധിച്ച് പ്രാർത്ഥിച്ചേക്കുക, വെട്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യാം. ആർക്കും ഒരു പരിഭവം ഇല്ല. പക്ഷേ നെബൂഖദ്നേസറിൻ്റെ കോട്ടയ്ക്കകത്ത് കയറിയിട്ട് പറഞ്ഞു, നീ നിർത്തിയ വിലാസമെല്ലാം കൃത്യം പറഞ്ഞ് നീ നിർത്തിയ ബിംബത്തെ ഈ കൈ കൊണ്ട് വണങ്ങുന്ന പ്രശ്നമില്ല. നമുക്ക് ഉലകത്തോടും കൂടെ ഒരേ സ്വരത്തിൽ പറയണം. ആരോടും പിണക്കൊന്നുമില്ലെന്നേ. ഞങ്ങളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനെ ഇഹലോകത്തിലേക്ക് അയച്ചു. അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ കൺപാർത്ത് ത്യാഗം സഹിച്ച് വേദന സഹിച്ച് കാത്തിരിക്കുന്നതേ അവിടുത്തെ പുനരാഗമനത്തിന്. അവിടുത്തേക്ക് മുമ്പിലല്ലാതെ മുഴങ്കാൽ മടക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഒന്നുറപ്പാ, അവിടെ മുഴങ്കാൽ മടക്കിയാൽ ആ മടക്കുന്ന മുഴങ്കാലിന് മുമ്പിൽ ഉത്തരമരുളുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നു, അവിടുന്ന് പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉരകല്ല്, അതിൻ്റെ ആണിക്കല്ലതാണ്. സ്തോത്രം. ഇനി ഞാൻ ഈ സന്ദർഭം നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഗൗരവം പിടിയിട്ടും. പ്രിയരെ, ഇസ്രായേൽ മക്കൾ ഇങ്ങോട്ട് വരും മുമ്പ് ഇവരൊരിക്കലും നാട്ടിൽ തിരിച്ചു പോകാത്ത വിധം ആകർഷണീയമായ ചിലത് അവിടെ കാണാനുണ്ടായിരുന്നു. അവിടെയാ ഭക്ഷണം കൊടുത്ത്, അവിടെയാ ഈ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞു വെച്ച്. നെബൂഖദ്നേസർ രാജാവ് തനിക്കൊരു തലസ്ഥാന നഗരി പണി കഴിപ്പിച്ചു. തലസ്ഥാന നഗരിയുടെ വിസ്തൃതി 15 മൈൽ നീളം, 15 മൈൽ വീതി. 14 ഉള്ളൂ. ഞാൻ പിന്നെ 1/2 മൈൽ കൂട്ടിയിട്ടതാണ്. മലയാളിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ.
അങ്ങനെ അങ്ങ് കൂട്ടിയതാ. ഒരു 60 നമുക്ക് ഗുണിച്ച് കിട്ടാൻ വേണ്ടി. ഇത്രയും ചുറ്റളവുള്ള ഒരു സമചതുര പട്ടണം. അതിൻ്റെ നടുവിലൂടെ യൂഫ്രട്ടീസ് നദി ഒഴുകുന്നു. നദിക്കക്കരയും ഇക്കരയും പട്ടണം സമചതുരമാണ്, ഒരേ അളവാണ്. ഈ പട്ടണത്തിന് ചുറ്റും 87 അടി തിക്നെസ്, കനം, 100 അടി ഉയരവുമുള്ള ഒരു പടുകുറ്റൻ മതിൽ കെട്ടി സുരക്ഷിതമാക്കി. മതിൽക്ക് മുകളിൽ കൂടി ഒരേ സമയം 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ചിലതിൽ 8 12 ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ കണക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ നിശ്ചിത ഇടങ്ങളിൽ ഓരോ കാവൽ ഗോപുരങ്ങളുണ്ടായിരുന്നു. മതിൽക്ക് മുകളിൽ താഴികക്കുടം കണക്കെ പണി കഴിപ്പിച്ച ഗോപുരങ്ങൾ. ഈ പട്ടണത്തിനകത്തേക്ക് കടക്കാൻ 100 വാതിലുകളുണ്ടായിരുന്നു. 100 വാതിൽ കൂടാതെ ഒരു പ്രധാന പ്രവേശന കവാടമുണ്ടായിരുന്നു. ആ പ്രധാന പ്രവേശന കവാടം താമ്ര തകിടുകൾ നിരത്തി സ്ക്രൂ ചെയ്ത് കനത്തതായിരുന്നു. അത് മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല. ചവിട്ടിയൊന്നും തുറക്കാൻ പറ്റില്ല, വലിച്ചും തുറക്കത്തില്ല. 2 രീതിയിൽ തുറക്കണം. ഒരു ചക്രം ഘടിപ്പിച്ച് കറക്കി അത് താഴേക്ക് താക്കുകയോ മുകളിലേക്ക് ഉയർത്തുകയോ ചെയ്യാം, നമ്മുടെ ഗരാജൊക്കെ ചെയ്യുന്ന പോലെ. മറ്റൊന്ന്, പരിശീലനം സിദ്ധിച്ച ആനകളെ കൊണ്ട് കെട്ടി വലിക്കണം, അല്ലാതെ പറ്റില്ല. ഇതാണ് പ്രധാന പ്രവേശന കവാടം. അത് താമ്രനിർമ്മിതമാണ്, ഓടാമ്പലുകൾ ഇരുമ്പാണ്. ഇങ്ങനെയുള്ള ഒരു ബൃഹത്തായ കോട്ട, 100 വാതിലുകൾ ചുറ്റും. അപ്പോൾ സമചതുര പട്ടണമാകുമ്പോൾ ഒരു ഭാഗത്ത് 25 വാതിലുകൾ വീതം വരും. നിങ്ങൾക്കറിയാം, ഈ 25 വാതിലുകൾ വീതം ഓരോ സ്ഥലത്ത് വരും. അതിന് മുകളിലാണ് ഈ ഗോപുരങ്ങൾ, തൊട്ടുമുകളിൽ. ഈ ഗോപുരങ്ങളിൽ നിന്ന് ദൂരത്തുനിന്ന് വരുന്ന ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റും. ഈ 100 വാതിലുകളിൽ 99 എണ്ണവും അടഞ്ഞു കിടക്കും, ഒരെണ്ണമേ തുറക്കൂ. ഇന്ന് തുറക്കുന്ന വാതിൽ ഈ ആഴ്ചയിലേ തുറക്കില്ല. ഏത് വാതിൽ എപ്പോൾ തുറക്കുമെന്ന് രാജാവിനും അടുത്ത അനുചരനുമേ അറിയൂ. ഇതുവഴി പുറത്ത് കിടക്കണം, ഇതുവഴി അകത്ത് കിടക്കണം. അത്ര സുരക്ഷ. പ്രധാന പ്രവേശന കവാടം ആണ്ടിൽ 4-5 തവണയെ തുറക്കൂ. ദേശീയ പ്രാധാന്യമുള്ള ഉത്സവങ്ങളിൽ മുമ്പ് സൂചിപ്പിച്ച ബാൽദേവൻ്റെ ഏതെങ്കിലും ആഘോഷവുമായി ബന്ധപ്പെട്ടോ നിമ്രോദുമായി ബന്ധപ്പെട്ടോ സെമിറാമീസുമായി ബന്ധപ്പെട്ടോ ഉള്ള ആഘോഷങ്ങളുടെ ഭാഗമായി മാത്രം തുറക്കുന്ന വാതിൽ സദാ അടഞ്ഞു കിടക്കും. ഇത് പിന്നെ അതൊന്ന് കടക്കണമല്ലോ. ഇതൊക്കെ ആണെങ്കിലും വഴിയുണ്ടോ? അള്ളിപ്പിടിച്ചൊക്കെ കയറാനേ പറ്റൂ, കയറാതിരിക്കാൻ പറ്റുമോ? അതിനകത്ത് കയറും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിനകത്ത് കയറുമെന്ന് ഞാൻ ഉറപ്പ് പറയാൻ കാരണം, നമ്മൾ മലയാളികളാണ്, അത് തന്നെ കാര്യം. അതിനകത്ത് കയറും, എങ്ങനെയെങ്കിലും കയറും. ആ കാര്യത്തിൽ ആരെയും സംശയിക്കേണ്ട. നമ്മളകത്ത് കയറി പതിഞ്ഞ് ട്രാൻസ്പെറൻ്റായിട്ട് ഏതെങ്കിലും വഴി സ്കാൻ ചെയ്യുന്ന പോലൊക്കെ വേണേൽ അകത്ത് കയറിക്കളയും നമ്മൾ. അതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവിടെ വന്നു. അപ്പോൾ മണ്ടേ കയറി മുകളിൽ നിന്ന് ചാടാനൊക്കത്തില്ല, കാരണം അകത്ത് മുതലക്കുളങ്ങളാണ്. അകത്ത് ഈ മതിലിനോട് ചേർന്ന് ഇങ്ങനെ കള്ളികളാക്കി തിരിച്ച് വെള്ളം നിറച്ചിരിക്കുക. കള്ളികളെന്ന് ഞാൻ പറഞ്ഞത് മനുഷ്യരെ ഓർത്തൊന്നുമല്ല, അങ്ങനെ എന്തായിരിക്കല്ലേ ഉപദേശിയുടെ വന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇങ്ങനെ കളങ്ങൾ, അതിനകത്ത് വെള്ളം നിറച്ച് മുതലകളെ വളർത്തുന്ന കിടങ്ങ. മുതല കടിച്ചു കൊട്ടയും ഭീകര. ഒറ്റ വഴിയുള്ളൂ ശരിക്കും. ഈ പ്രധാന പ്രവേശന കവാടം തുറന്നാൽ ഇതുവഴി അകത്ത് കിടക്കാം. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ തുറന്നു കിടക്കുന്ന വഴി, അത് കല്ലുവാകി ഉറപ്പിച്ചിരിക്കുക. തിരികെ വീണ്ടും വഴികൾ. ഇതെല്ലാം സമചതുരങ്ങളാണ്. മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, വിവിധതരം കായ്കനികൾ. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ മനോഹാരിത വർണ്ണിക്കാനാവില്ല. ഇതിനുള്ളിലൂടെ കുറേ ദൂരം പോകുമ്പോൾ
സ്വച്ഛന്തമൊഴുകുന്ന യൂഫ്രട്ടീസ് നദിക്ക് അക്കരെ ഇക്കരെ കടക്കാൻ ഒരു പാലം. ആ പാലം തുടങ്ങുന്നതൊരു ഗോപുരത്തിൽ, പാലം തീരുന്നത് മറ്റൊരു ഗോപുരത്തിൽ. 2 ഗോപുരങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാലം ഇതിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ കൈവരികൾ താമ്ര നിർമ്മിതമാണ്, മിനുക്കി മനോഹരമാക്കിയതാ. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ അതിലേക്കടിക്കും. ഇത് കാണാൻ ആളുകൾ കൂടും. എന്നിട്ട് വാഴ്ത്തിപ്പാടും അവിടെ നിന്ന്, ബാൽദേവ നീ ഇതാ എഴുന്നള്ളുന്നു. സൂര്യകിരണങ്ങൾ വെള്ളത്തിലടിച്ച് കാണുന്ന ആ ഭംഗി എത്ര മനോഹരമാ! ബാൽദേവൻ്റെ എഴുന്നള്ളത്തെന്ന് പറയും. സന്ധ്യാസമയത്ത് കുറെ കൂടി മനോഹരമാ. ഈ ചെങ്കതിരുകളാ സൂര്യൻ്റെ. ബാൽദേവ അങ്ങ് മണവറയിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ ആഘോഷത്തിമിർപ്പ് അവിടെ. ഇങ്ങനെയുള്ളൊരു സ്ഥലം. പാലത്തിൽ കയറുമ്പോഴാണ് മറ്റൊരു കാഴ്ച. 90 ഡിഗ്രി ആംഗിളിൽ താഴേക്ക് നയിക്കുന്നൊരു പടിക്കെട്ട്. ആ പടിക്കെട്ടിറങ്ങി താഴെ ചെല്ലുമ്പോൾ ഒരു തുരങ്കം. നദിക്കടിയിൽ കൂടി ഒരു സംവിധാനമാണ്. പാറകൾ തുരന്ന് ഇതിനടിയിൽ കൂടി ഒരു വഴി, ഒരു വിശാല തുരങ്കം. ശ്വാസം മുട്ടാൻ വരട്ടെ. ഇതിനകത്ത് ഒരു 10,000 പേർക്കെങ്കിലും ഇരിക്കാൻ പാകത്തിനുള്ള സജ്ജീകരണങ്ങൾ. തൂണുകളൊക്കെ ഉണ്ട്. ചുണ്ണാമ്പ് കല്ലിൽ പടുത്തുയർത്തിയ തൂണുകൾ കൊത്തിയെടുത്തിരിക്കുക അടിമകളെ കൊണ്ട്. വിവിധ ഇടങ്ങളിൽ തീന്മേശകൾ, നടുക്ക് അർത്ഥവൃത്താകൃതിയായൊരു സ്റ്റേജ്, കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തിലുള്ള വെളിച്ചങ്ങൾ, ഇതിനകത്ത് മദ്യം നിറച്ചു വച്ച ചഷകങ്ങൾ, വറുത്തെടുത്ത മാംസക്കഷണങ്ങൾ, മത്സ്യങ്ങൾ, വ്യത്യസ്ത തരമുള്ള ആഹാരപദാർത്ഥങ്ങൾ, ഇതൊക്കെ നിരത്തി വെച്ചിട്ടാ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞ കഴിക്കാൻ. അത് കഴിച്ചോ? എന്താ കഴിക്കാൻ? ആഹാരം മോശമായിട്ടല്ല. നമ്മളൊക്കെയാണ് ഇത് കണ്ട എന്ത് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. കൊണ്ട് ആ മക്കളുടെ വ്യത്യാസം കണ്ടോ? അവരതിൻ്റെ ഭാഗമില്ല. ഭക്ഷണം മോശമായിട്ടല്ല. ഇത് ദേവന് ഡെഡിക്കേറ്റ് ചെയ്ത കാളക്കുറ്റൻ്റെ മാംസ. ഈ വൈനൊക്കെ ഉണ്ടാക്കിയെടുത്ത വൃത്തിഹീനത, അധാർമികതയൊന്നും ഞാൻ പറയണില്ല. ഇത് വേണ്ട. ഇവർക്ക് കിട്ടിയ പദവികളൊക്കെ എത്ര വലുതാ. ഇതാണ് ഈ കോട്ട. സന്തോഷമൊന്നുമല്ല. ഈ കോട്ട നിർമ്മിക്കുന്ന നെബൂഖദ്നേസർ ജനിക്കുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച് ഇരുന്ന, ഇവിടെ കണ്ടിട്ടില്ലാത്ത, ഇവിടെ വന്നിട്ടില്ലാത്ത, ഈ വഴി വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു പ്രവാചകനുണ്ടായിരുന്നു, യെശയ്യ. പക്ഷെ പ്രവാചകൻ ആത്മാവിൽ ഈ പണി കണ്ടു. ഇതിനകത്ത് തൻ്റെ മക്കളെ തളച്ചിടാൻ പോകുന്ന കാഴ്ചയും കണ്ടു. നാളെ ഒരു രാജ്യം കെട്ടിപ്പടുത്ത് ആ രാജ്യം ഭരിക്കാൻ വേണ്ട യഹൂദ ഗോത്രക്കാരനെ ഇവിടെ ഇടുകയും ലേവ്യ ഗോത്രക്കാരനെ, പൗരോഹിത്യമനുഷ്ഠിക്കേണ്ടവനെ അതിന് പുറത്തുകൊണ്ട് തളച്ചിടുകയും ചെയ്തുകൊണ്ട് ഇസ്രയേലിലെ ജീവിതത്തിൻ്റെ മതാചാരങ്ങളെയും അവരുടെ രാഷ്ട്രീയത്തെയും മുഴുവൻ ബന്ധിക്കാൻ പദ്ധതി കിട്ടപ്പോൾ ഈ പദ്ധതി ഒരുക്കിയ ബാബിലോണിൻ്റെ തന്ത്രം മണത്ത് മനസ്സിലാക്കാൻ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ സഹായമല്ല തിരക്കിയത്, ആത്മശക്തിയുടെ സഹായം. അത് നൂറ്റാണ്ട് മുമ്പ് വെളിപ്പെടുത്തിയിട്ട് പ്രവാചകൻ എഴുതി. യെശയ്യാ 45 മുതൽ വായിക്കണം, മനസ്സിലാവും. വായിച്ചോ? യെശയ്യാ 45 1 മുതൽ. കേൾക്ക്. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പം കോരേശ് എന്ന പേര് വിളിച്ചുകൊണ്ട് 44:28 പ്രവാചകൻ പറയുന്നുണ്ട്, കോരേശ് നീ എൻ്റെ ഇടയൻ. കോരേശ് എന്ന പേര് പ്രവാചകൻ വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. കോരേശിൻ്റെ അപ്പനും ജനിച്ചിട്ടില്ല. കോരേശിൻ്റെ വല്യപ്പൻ അന്ന് പമ്പരം കറക്കിക്കൊണ്ട് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർന്ന് ചാടുന്ന കൊച്ചനാ. ഈ കൊച്ചുചെറുക്കനെ കണ്ടിട്ട് അവൻ്റെ കൊച്ചുമകൻ്റെ പേരിട്ട് വിളിക്കാൻ ധൈര്യം കാട്ടിയ പുസ്തകത്തിൻ്റെ പേരാ ബൈബിൾ.
ഇങ്ങനെ ഒറ്റ ഗ്രന്ഥമേ ലോകത്തുള്ളൂ. അതാ ഞങ്ങൾ അഭിമാന പുരസരം പ്രസംഗിക്കുന്നത്. ചരിത്രം പഠിച്ചവർക്ക് അറിയാമല്ലോ, അല്ലേ? പറ. യെശയ്യാ ജീവിച്ചിരുന്ന കാലവും കോരശ് ജീവിച്ചിരുന്ന കാലവും നോക്ക്, 100 കൊല്ലത്തിൻ്റെ അകലം. 1 നൂറ്റാണ്ട് മുമ്പ് കോരശിൻ്റെ പേർ ചൊല്ലി വിളിച്ചു. കോരശ് ഒരു പേർഷ്യൻ രാജാവാ, ഇറാൻ ഭരിക്കുന്ന രാജാവാ. അന്നത്തെ ഇറാൻ ഭരിക്കുന്ന രാജാവ് അന്നത്തെ ഇറാഖ് ഭരിക്കുന്ന ആ നെബൂഖദ്നേസർ രാജാവിൻ്റെ ആ കോട്ടകൊത്തളങ്ങളെ ഇടിച്ചു നിരത്താൻ വരുന്ന രംഗം പ്രവാചകൻ പ്രവചിക്കുന്നു. വായിക്കാം, താഴ്ത്തു വായിക്കാം. അതൊന്നുകൂടെ വായിച്ചേ. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അല്ലയോ കോരശ്, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. എന്തിനാ? രാജ്യങ്ങളെ അടക്കി രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിന്. അടയാതിരിക്കേണ്ടതിനും. കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. ഈ കതകും വാതിലും ഏതാന്ന് മനസ്സിലായോ? ഏതാ? ഒരിക്കലും തുറക്കാത്ത, അല്ലേ വല്ലപ്പോഴും മാത്രം തുറക്കുന്ന 100 കതകുകൾ സദാ അടഞ്ഞു കിടക്കുന്ന കഥയെ. ആ കതകും കോട്ടയും പണിയുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് എഴുതിയാന്നിത്. അതാ ബൈബിൾ പഠനത്തിൻ്റെ ഒരു സൗന്ദര്യം. ഇവിടെ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്നു പറയുമ്പോഴേ എന്തൊരു ആനന്ദം, ഇതൊക്കെ പഠിക്കണം, കുട്ടികൾ പഠിക്കട്ടെ. ഇങ്ങനൊരു ഗ്രന്ഥവും ലോകത്തില്ല. കതകുകൾ അടയാതിരിക്കേണ്ടതിന്, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. പിന്നെ കേട്ടെ, ദൈവം പറയാം, നിൻ്റെ മുമ്പിൽ കടന്നു പോകും. വെറുതെ പോവല്ല, നിൻ്റെ വലങ്കരം ഇങ്ങനെ പിടിക്കും. കർത്താവ് വലങ്കരത്തിൽ പിടിച്ചാൽ പിന്നെ ഒന്നും നോക്കരുതങ്ങ് പൊക്കോണം. തടസ്സമേ പിന്നില്ല. തടസ്സം നമുക്കുള്ളതല്ല. കർത്താവ് വലങ്കരം പിടിച്ചാൽ അങ്ങകല കഴുമരം ഉയരുന്ന കണ്ടിട്ട് പറയണം, അതെനിക്കുള്ളതല്ല. ശത്രു ഒരുക്കുന്ന പടപ്പുറപ്പാട് കണ്ടിട്ട് പറയണം, വലങ്കരം പിടിച്ചിരിക്കുന്ന കർത്താവാണ്. തോൽക്കുന്ന പദ്ധതിയില്ല, ജയം എനിക്കുള്ളതാണ്. എന്നിട്ടേ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഈ താമ്രവാതിലുണ്ടാക്കുന്ന ആ നിർമ്മാണകലാ വിദഗ്ധൻ, അതിന് പൂട്ടുപിടിപ്പിക്കുന്ന കൊല്ലപ്പണിക്കാരൻ, ഉത്തരവിടുന്ന നെബൂഖദ്നേസറും ജനിക്കും മുമ്പ് ഇത് കണ്ട കണ്ണുകളാണ്. യെശയ്യാവിൻ്റെ അകക്കണ്ണ്. എന്നിട്ട് എഴുതിയ പുസ്തകമായിരിക്കുന്നത്. മനസ്സിലായോ? നമുക്കെതിരെ വരുന്ന ഒരായുധവും ഫലപ്രദമാകയില്ല എന്ന് വിശ്വാസത്താൽ ഹൃദയത്തിൽ നിന്ന് പതിയട്ടെ. ഇവിടെ നിന്ന് വചനം കേൾക്കുന്നവർ മാത്രമല്ല, ഓൺലൈനിൽ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, മുൻവിധികളെല്ലാം വിടിഞ്ഞിട്ട് ഈ വാഗ്ദത്തം ഏറ്റെടുക്ക്. ഇത് പ്രസംഗകന്റെ വാക്യമല്ലല്ലോ, ഈ സഭയുടെ വാക്യമല്ലല്ലോ, ഇത് നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്. താമ്രവാതിലുകളെ നീ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്കിരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി. അത് നാളെ പകല് പറയാം. ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൻ്റെ നിവൃത്തിയിലേക്ക് ഞാൻ വരിക. ഇതിൻ്റെ ഇടയ്ക്ക് നെബൂഖദ്നേസർ മരിച്ചു. വെറുതെ അല്ല, ചെറിയ അസുഖമൊക്കെ വന്ന് മരിച്ചു. അസുഖം ചെറുതല്ല. അപ്പം ഈ പിള്ളേരൊക്കെ ഈ ഫ്രീക്കൻ വേഷത്തിൽ വരുമ്പോൾ നമ്മൾ ഒത്തിരി വിമർശിക്കരുത്. നെബൂഖദ്നേസറായി തുടങ്ങി വെച്ച് അവർ പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. പണ്ടേ ഉള്ളതാണ് ഇതൊക്കെ. അറിയാമായിരുന്നോ? അവൻ്റെ നഖം വളർന്നു, അവൻ്റെ മുടി വളർന്നു. മനസ്സിലായോ? പുല്ലും കൂടെ തിന്നാ. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര എത്തിയില്ലല്ലോ, അതോർത്തതാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനപ്പോൾ ഈ നെബൂഖദ്നേസറിൻ്റെ ഒരു അവസ്ഥ, ആ പുള്ളിക്കാരുടെ അവസ്ഥ ചിലപ്പോൾ ഓർക്കും. നമ്മളാരും ചെന്ന് വിളിക്കുക, അച്ഛൻ എന്ത് ആൻറ്റി എന്ന് ചോദിച്ചാൽ പറയാ, എൻ്റെ മോനെ ഞാൻ പുളിങ്കുരു കലക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ.
അതിനകത്തൊരു ചിന്തയുണ്ട്. കാരണം ഇയാൾ അന്ന് രാവിലെ 7:30 AM ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിച്ചവനാ. ഡിന്നറിനിരുന്നപ്പോൾ പിണ്ണാക്ക്. മനസ്സിലായി? ഈ ദൈവം നമ്മുടെ ദൈവം. ഒത്തിരി കളിക്കരുത്, അഹങ്കരിക്കരുത്. നമുക്ക് കിട്ടിയ എല്ലാം ദൈവത്തിൻ്റെ ദാനമെന്ന് പറഞ്ഞാട്ടെ. ഒന്നും കഴിയുമല്ലെന്നെല്ലാം ദൈവത്തിൻ്റെ ദാനം. നമ്മളിപ്പോൾ തന്നെ ജയിച്ചെന്നേ. മഹത്വം എല്ലാം ദൈവത്തിന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഇയാളൊരു കല്യാണം കഴിച്ചിരുന്നു. അതൊരു വനവാസിയായ രാജാവിൻ്റെ മകളാണ്. അഹീമിയ എന്ന മറ്റവളുടെ പേര്. അവൾ വന്ന് ഈ പടക കാഹള ധ്വനികളും പട്ടാളക്കാരുടെ മാർച്ചും ഇതെല്ലാം കണ്ടിട്ട് പേടിച്ചു പോയി. അപ്പോൾ കാട്ടിക്കിടന്ന പെണ്ണല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ സന്തോഷമില്ലായ്മ കണ്ട് രാജാവ് ചോദിച്ചു, എന്തോ പറ്റി? അവൾ പറഞ്ഞു, ഞാൻ കാട്ടി ജനിച്ചോളെന്ന. അപ്പൻ രാജാവാണെങ്കിലും കാടാ. അത് പേടിക്കണ്ട. ഇയാളിതിനുള്ളിലൊരു മല പ്ലാൻ ചെയ്ത് 3 തട്ടുകളാക്കി മാറ്റി. മുകൾ പരപ്പിൽ കൂറ്റൻ മരങ്ങൾ നട്ട് 2-3 തട്ടുകളാക്കി അതിനെ ഡെക്കറേറ്റ് ചെയ്ത് മുകളിലൊരു മാളികയും പണിത് ചക്രം ചവിട്ടി യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം പല തട്ടുകളിൽ നിറച്ച് മുകളിൽ കൊണ്ടുവന്ന് ജലധാരകളൊക്കെ സൃഷ്ടിച്ച് ഒരു മനോഹര പൂന്തോട്ടം. 450 അടി ഉയരം, മലയുടെ ഉയരം 100 അടിയുള്ളൂ ഈ മതിലിൻ്റെ ചുറ്റളവ്, അതിൻ്റെ പൊക്കം. എത്ര ദൂരെ നിൽക്കുന്നവർക്കും ഈ തൊട്ടടുത്തായിട്ട് ഇത് കാണാം. ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നേ. ഞാൻ എൻ്റെ മഹത്വത്തിൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായി പടുത്തുയർത്തിയ മഹതിയ. കണ്ടോ? അതിനൊക്കെ നമ്മൾ ലോൺ എടുത്തൊരു വീടുമൊക്കെ വെച്ചിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മളെന്തോ പറയാം, നോക്കടി വണങ്ങാൻ പറഞ്ഞല്ല. ഇന്ന് ഞാൻ താമസിച്ച അച്ചൻകുഞ്ഞാൻ്റെ വീട്ടിൽ ആൻറ്റി ചോദിച്ചു, വല്ലതും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം ആൻറ്റി പെട്ടുപോയി. ആൻറ്റി വന്നിട്ടുണ്ടോ? നമ്മളൊന്നിച്ചല്ലേ വന്നല്ലേ? ഷോപ്പിങ്ങിന് പോകണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്നാകുമെന്ന് പറഞ്ഞു. അവസാനം എന്തുകൊണ്ടെങ്കിലും പറയാം, ഞാൻ ഒരു BMW വേണമെന്ന് പറഞ്ഞു. ഇവിടെ വരെ വേണ്ടിയിട്ടില്ല. ഞാൻ ചെറിയൊരാവശ്യമേ പറഞ്ഞുള്ളൂ. ആ വിഷയമേ വിട്ടു, അന്നേരം വിട്ടു. ഞാൻ വേണ്ടെന്നാകുന്ന പറഞ്ഞ കാല് പിടിക്കാൻ പറഞ്ഞു. അത് ഉഴുന്നോടെ തുടങ്ങിയതാ. ഉഴുന്നോടെ വേണോ, ചായ വേണോ, കാപ്പി വേണോ എന്ന് ചോദിച്ച് പോയതാ. അതുകൊണ്ടാണ് ഞാൻ പറയാത്ത, മനസ്സ് ഉറക്കാത്തതാ. പോട്ടെ. അപ്പോൾ നെബൂഖദ്നേസറിൻ്റെ അവസ്ഥ ഉണ്ടോ? നമ്മളിതൊക്കെ പാഠമാണല്ലേ. ഇതൊക്കെ ഒരു പാഠമാണ്. ജീവിതത്തിൽ പഠിക്കേണ്ട അനുഭവങ്ങളാണ്. അതൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഈ ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയാൻ. നമുക്കുള്ള എല്ലാം ദൈവം തന്നാന്നേ. ദൈവം തന്ന ദാനമാണ്. ഹല്ലേലൂയ. ദൈവം തന്ന കൃപയാണ്. അതില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല ജീവിതത്തിൽ. സ്തോത്രം. ഈ മനുഷ്യന് ശേഷം വന്ന ബേൽശസ്സർ. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പിള്ളേർ, 2 മക്കളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പേരക്കിടാവായത്. മകനെന്ന് പറഞ്ഞാലും പേരക്കിടാവാ. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ? ചരിത്രം എപ്പോഴും ശ്രദ്ധേയരായ ആളുകളുടെ പേരെ ഓർക്കുകയുള്ളൂ. വീട്ടിലെ മുഴുവൻ ആളുകളുടെയും കുടുംബചരിത്രം കാണുമോ ചരിത്രത്തിൽ? ഇല്ല. ഒരുത്തനോട് ചോദിച്ചതാ, പൗലോസ് കല്യാണം കഴിച്ചതായിരുന്നോ? ആണെങ്കിൽ എന്തുകൊണ്ട് എഴുതിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറഞ്ഞിട്ട് പോയാൽ മതിയെന്നു. ഞാൻ പൗലോസിൻ്റെ കാര്യത്തിൽ ഞാൻ അവസാനം പറഞ്ഞു, എടാ ഇത് പൗലോസിൻ്റെ കുടുംബകാര്യമില്ല എഴുതാനുള്ള പുസ്തകമല്ല, അതിന് ഡയറി മേടിച്ചോണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അവന് ശരിയാണെന്ന് തോന്നി. ഞാൻ അവിടെ നൂരിപ്പോന്നു. ഇങ്ങനെ എത്ര പ്രതിസന്ധികളിൽ നിന്ന് എൻ്റെ ദൈവം. ഇതൊക്കെ ഉള്ള ഈ സംവാദമല്ല, ഇതിനകത്ത് പോയി കാര്യം മനസ്സിലായില്ലേ? പിന്നെ അവിടെ നിന്ന് ഊരിപ്പോന്നു, അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ പേരക്കിടാവിനെയാണ് വിളിച്ചിരിക്കുന്നത് ബേൽശസ്സർ. നാബോണിഡസും നാബോപൊളേസറും ഇങ്ങനെ കുറേ പേരുണ്ട്. കാര്യമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ലതാ. ശ്രദ്ധേയമായ ഇടപെടൽ നടത്താത്തവരെ ചരിത്രം ഓർത്തിരിക്കുമോ? ഓർക്കുകയില്ല. അപ്പോൾ ഇതുപോലെയാണ് ഇവർ. ബേൽശസ്സർ അഹങ്കാരിയായിരുന്നു. നമുക്കറിയാം. ഈ കൂടെയാണ് ഈ മനുഷ്യൻ ഒരു ദുരാഗ്രഹം മനസ്സിൽ
തൊട്ടടുത്ത് കിടക്കുന്ന ഇറാൻ വെട്ടിപ്പിടിക്കണം. ഇറാഖ് ഭരിക്കുന്ന ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖാണ്. അവിടം ഭരിക്കുന്ന രാജാവിന് തോന്നി അടുത്ത് കിടക്കുന്ന ഇറാൻ വെട്ടിപ്പിടിക്കണം. ഈ പദ്ധതിയെല്ലാം കിട്ടും. പക്ഷേ ഇത് ചാരപ്പട മണത്തറിഞ്ഞ് ഇറാനിലെ രാജാവിൻ്റെ കാതിലെത്തിച്ചു. അന്ന് ഇതൊക്കെ ശക്തമാണ്. സ്പൈ വർക്ക്. നമ്മൾ ഈ രാഹാബ് എന്നൊക്കെ പറയല്ലോ, കക്ഷിയുടെ ജോലി എന്താണെന്നാണ് വിചാരം? സ്പൈ വർക്കാണ്. ഗവൺമെൻറ് കൊടുത്ത ഉദ്യോഗം അല്ല. കോട്ടയിൽ കയറി അങ്ങനെ താമസിക്കില്ല. അത് പരിഭാഷയിലൊക്കെ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇൻ്റലിജൻസ് വാർത്ത കുർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനൊരു മടി. അതിൻ്റെ കാരണം എനിക്കറിയാം. നമ്മുടെ ഇവിടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തെ 2 തവണ തിരുവനന്തപുരത്തിട്ട് കറക്കി ഇൻ്റലിജൻസ്. വായിച്ചിട്ടുണ്ടോ പത്രത്തിൽ? പുള്ളി ആ തമ്പാനൂർ വഴിയെല്ലാം കറങ്ങി വെച്ച അവസാനം ഓട്ടോറിക്ഷ പിടിച്ച് രക്ഷപ്പെടുമായിരുന്നു. ഞാനെപ്പോഴും പറയും, ഇവരൊക്കെ നമ്മളെ രക്ഷിക്കാനിരിക്കുന്ന, പ്രാർത്ഥിച്ചോണോ. ഇതുപോലെ കറച്ചാരറിഞ്ഞു ഇറാനിലെ രാജാവ്. അയാളുടെ പേരാ സൈറസ് അല്ലെങ്കിൽ കോരശിന് മനസ്സിലായി ഇറാഖിലെ ചക്രവർത്തിയെ അടിച്ചാൽ ഞാൻ തോറ്റുപോകുമെന്ന് ഉറപ്പുണ്ട്. എന്ത് ചെയ്യണം? ആരാ പറഞ്ഞത്? അച്ഛാ നന്നായി, എൻ്റെ ഐഡിയ അത് തന്നെയാണ്. ഓടിയിട്ട് വീട്ടിൽ വന്ന് മൊബൈൽ എടുക്കണം, വിളിക്കണം, നീ ആരോടാ കളിച്ചതെന്ന് നിനക്ക് അറിയാവോ? ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഈ നാട്ടിൽ കിടന്ന് തല്ലെല്ലാം മേടിച്ചിട്ട് വന്നിട്ട് പറയാം ഞാനിഞ്ഞ് പോന്നു, എൻ്റെ സ്വഭാവത്തിനാണേ ഉണ്ടല്ലോ. അച്ഛാ നന്നായി, നേരത്തെ പോകുന്നത് ഏറ്റവും നന്നായി. അടി വരുമെന്നറിഞ്ഞാൽ ഓടിക്കണം. പിന്നിൽ എന്ത് നടന്നു എന്നറിയാൻ പോലും തിരിയരുത്. ഈ വളവ് വരുമ്പോൾ ഇങ്ങനെ പാളി നോക്കിയാൽ മതി. അതിനായി വളവൊക്കെ സർക്കാർ ഇട്ടേക്കുന്നത്. നമ്മളെപ്പോലുള്ളവർക്ക് ഓടാൻ ആ വാക്കി ഓർക്കണം. അവനെൻ്റെ കാലുകളെ മാൻപേടകളുടെ അവകാശം പറഞ്ഞൊരൊറ്റ പോക്ക്, അത്രേ ഉള്ളൂ. അല്ല നമ്മൾ അവിടെ നിന്ന് കൊള്ളേണ്ട കാര്യമുണ്ടോ? പരസ്യമാണെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളവും വെച്ച് അടിയും വെച്ച് അല്ലേ, ഒന്നും പോകണ്ട, അടുത്തടുത്ത് പൊക്കോണം. ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യൻ കേട്ടു വരും, അടി വരും. പക്ഷെ പുള്ളി ഓടിയില്ല. പുള്ളി പറഞ്ഞു പുതിയൊരു തന്ത്രമുണ്ട്. ഈ ബേൽസസറും കൂട്ടരും ഇങ്ങോട്ട് വരും മുമ്പ് ഞാൻ പടപ്പുറപ്പാട് നടത്തി അങ്ങോട്ട് ചെന്ന് അവൻ്റെ കോട്ടയ്ക്കകത്ത് ഇരമ്പിക്കയറി പരമാവധി നാശനഷ്ടം വരുത്തി അവനെ തകർക്കാനൊന്ന് ശ്രമിക്കും. പറ്റിയാൽ ഞാൻ ജയിക്കും, ഇല്ലെങ്കിൽ മരിക്കും. കണ്ടോ, അവനൊരു ധീരനാ. അവൻ്റെ പേരാ വീരൻ. അല്ല പകല് പറഞ്ഞ പോലെ അല്ല. പകല് ഞങ്ങൾ പറഞ്ഞായിരുന്നു 7 തവണ ബ്രിട്ടീഷുകാർക്ക് ക്ഷമ എഴുതി കൊടുത്തിട്ട് പറയാ വീരനാ. രാജ്ഞി അത് വായിച്ച് ചങ്കുപൊട്ടി കരഞ്ഞു പോയി. ഒത്തിരി വന്നപ്പോൾ അവർ തന്നെ അടുത്ത പാവം പോട്ടെ. ഇതൊക്കെയാ കഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അടുത്ത ആളുകളുമായി ദർബാർ ഹാളിൽ ഇങ്ങനെ ഇരിക്കുക. ആരോ പറഞ്ഞു, പ്രഭോ ഒരു വിശിഷ്ടാതിഥി കാണാൻ ചെല്ലുമ്പോൾ തൊട്ടടുത്ത രാജ്യമായ മേധ്യ, നമ്മൾ മീഡുകളെന്ന് ചരിത്രത്തിൽ പറയും, ഇവിടം ഭരിക്കുന്ന ദാരിയാവേശ. ഈ ദാരിയാവേശിൻ്റെ മകളെയാണ് കോരശ് വിവാഹം കഴിച്ചത്. പണ്ടങ്ങനൊരു കാര്യമുണ്ട്. അടുത്തടുത്ത രാജാക്കന്മാർ ഈ മക്കളെ ഇങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് യുദ്ധം വരാതിരിക്കാൻ. കേട്ടോ? പിന്നെ അവന് മനസ്സിലാകും ഇതിലും ഭേദം യുദ്ധം ആയിരുന്നെന്ന്. അത് വേറെ കാര്യം. അത് വേറൊരു സത്യം. ഇതിലൊക്കെ നല്ലത് പൊരുതി മരിക്കുന്നതായിരുന്നെന്ന് പിന്നെ നമുക്ക് തോന്നും. അത് വേറൊരു കാര്യം. പോട്ടെ. അപ്പോൾ ദാരിയൂസ് പറഞ്ഞു, കുഞ്ഞെ നീ യുദ്ധത്തിന് പോകുന്നു എന്നറിഞ്ഞു. അവൻ്റെ രാജ്യത്തിൻ്റെ ശക്തി നിനക്കറിയാമോ? അപ്പാ അറിയാം. 87 അടി കനം, 100 അടി ഉയരം, 15 മൈൽ നീളം, 15 മൈൽ വീതി. ഞാൻ അളവ് പലതവണ പറയുന്നത് മനസ്സിൽ കിടക്കാനാ. ഒരു രോമത്തിന് മുന്നം പിഴക്കാത്ത കരുത്തരായ പടയാളികൾ. അംഗരക്ഷക പട ശക്തം, കാലാൽപ്പട ശക്തം, കുതിരപ്പട ശക്തം, ഇൻ്റലിജൻസ് ശക്തം. നീ ഒരുങ്ങുന്ന വിവരം തന്നെ അറിഞ്ഞിരിക്കാം. അവിടേക്കാ പോകുന്നറിയോ? അപ്പാ ജയിക്കാനുള്ള യാത്രയല്ല, അഭിമാനം രക്ഷിക്കാൻ.
പൊരുതി മരിക്കാൻ പോവാ. അപ്പൻ കേട്ടപ്പോൾ പറഞ്ഞു, നീ മരിക്കില്ല, നീയേ ജയിക്കൂ, ഞാനും എൻ്റെ സേനയും നിനക്കൊപ്പം വരും. അപ്പാ അത് വേണ്ട, ഞാൻ യുദ്ധത്തിൽ പട്ടുപോയാൽ ഈ രാജ്യവും അങ്ങയുടെ മകളും കുഞ്ഞുങ്ങളും ഈ പ്രജകളും അങ്ങയുടെ പക്കൽ തന്നിട്ട് പോകാനാണ് ഞാനിരുന്നേ. ഇത് നോക്കിയാൽ മതി. മകനെ, നീ തോക്കില്ല. ഒരു പക്ഷിക്കും കുറുകപ്പടക്കാൻ കഴിയാത്ത സുരക്ഷിതത്വമുള്ള അവൻ്റെ കോട്ടയിലെ ആ കോട്ടയ്ക്കകത്ത് കടക്കാൻ ഞാനൊരു സുരക്ഷിത വഴി കണ്ടെത്തി. വേഷം മാറിയ എൻ്റെ സൈനികര് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ആയുധം വച്ച് കെട്ടി ആ കോട്ടയ്ക്കകത്ത് കടന്നു കഴിഞ്ഞു. ഒരു സിഗ്നൽ കൊടുക്കേണ്ട താമസം അടി അങ്ങ് തുടങ്ങും. മാര് കച്ചവടം നടത്തുകയായി അത്രയുമൊക്കെ, പക്ഷെ കയ്യിലെല്ലാം ആയുധം, അടി അങ്ങോട്ട് തുടങ്ങാൻ പോവാ. ഇത് കേട്ട് മരുമകൻ അമ്പരന്നു. പിതാവേ, എങ്ങനെയാണ് ആ വഴി? അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയിലെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിന് താഴെ ആയിരക്കണക്കിനായ എൻ്റെ അടിമകളെ കൊണ്ട് ഞാൻ ചിറകെട്ടി വെള്ളം ഗതി തിരിച്ചു വിട്ടു. ഉണങ്ങിയ നിലം ദീർഘനാൾ ഉണങ്ങിക്കിടന്നപ്പോൾ പടയാളികൾ അതുവഴി അകത്ത് കയറി. എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് അറിയണ്ടേ? നാളെ ഉണ്ട് വെളിപ്പാടിലേക്ക് വരുമ്പോൾ പറയാ, ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റി. ഇന്നലകളിൽ ചരിത്രത്തിൽ വറ്റിച്ചവൻ നാളെയും അതിനെ വറ്റിച്ചൊരു പടപ്പുറപ്പാടിന്, ചരിത്രത്തിൽ പണ്ട് സംഭവിച്ചതിൻ്റെ തനിയാവർത്തനത്തിന് അന്തരീക്ഷം സംജാതമാക്കുമ്പോൾ ഭക്തനറിയണം, ഈ പുസ്തകം പ്രവചിച്ചതൊക്കെ നടന്നിട്ടുണ്ട്. ആ പ്രവചന നിവൃത്തിയുടെ വഴിത്താരയിൽ നമ്മളിങ്ങനെ വന്നെത്തി നിൽക്കുക. കാലമധികം കഴിയും മുമ്പ് കാഹളം ധ്വനിക്കും, ഉറപ്പ്. ഹല്ലേലൂയ. ഈ യുദ്ധങ്ങളൊക്കെ ചേർത്ത് പറയേണ്ടതാണ്. ഞാൻ കഴിവതും ഇത് ക്രൈസ്റ്റ് സെൻ്റേഡായിട്ടേ പ്രസംഗം കൊണ്ടുപോകും. അല്ല അമ്മാരും മിസൈൽ കിട്ടുന്നു വെട്ടിയെ നമുക്ക് കേൾക്കുമ്പോൾ ഒത്തിരി അത് പറഞ്ഞു പോകണ്ട. ആരെന്തെങ്കിലുമൊക്കെ ഇടട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനിത് കേട്ടിട്ട് പറയാ, പിതാവേ, ഞാൻ അങ്ങനെയുള്ള യുദ്ധത്തിനില്ല. അവരതിലേക്ക് വരട്ടെ, ഞാനേ അഭിമുഖമായി നിന്ന് പൊരുതും, നേരെ അങ്ങ് ചെല്ലുമെന്ന്. അതുകൊണ്ട് ആ ഒരു ധീരൻ്റെ യുദ്ധം അതാ അല്ലേ? അല്ല ഭാഗത്തും പോതും അധികമില്ല നടന്നേച്ച്. അങ്ങനെയാണോ ധീരൻ്റെ യുദ്ധം? നേരെ അങ്ങ് ചെല്ലും, പൊരുതും. അവനെ പോയി എന്തായാലും ഈ അപ്പനെ സമ്മതിക്കണം. പെണ്ണ് കെട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ മക്കളെ, കല്യാണം കഴിക്കുകയാണെ ഇങ്ങനെയൊക്കെയുള്ള വീട്ടിൽ നിന്ന് കെട്ടിക്കോണം. നമുക്കൊക്കെ പറ്റൊരു പറ്റ്. ഇതിപ്പോൾ ആരോട് പറയാനോ? മനസ്സിലായില്ലേ? ആ കണ്ടോ, കോരേശിൻ്റെ ആ സെറ്റപ്പ് കണ്ടില്ലേ അല്ലേ? അവിടെ ചെന്ന് പുള്ളി നേരെ അങ്ങോട്ട് ചെന്ന് നിൽക്കുകയും സകല കഥകും ദാ തുറന്നു കിടക്കുന്നു. ഇത് കണ്ട് ഒരു അംഗരക്ഷകൻ വന്നിട്ട് പറഞ്ഞു, കടക്കല്ല് ചതിവാ, നമ്മളങ്ങോട്ട് കയറും, ഇവൻ കഥ കടയ്ക്കും, നമ്മളെ അതിനകത്തിട്ട് വെട്ടും. ചില ആളോട് എങ്ങും പോകാൻ പറ്റിയല്ല. പരസ്യവും നടത്താനൊക്കത്തില്ല, മാസവും നടത്താനൊക്കില്ല. അത് മൊത്തം പ്രതിസന്ധിയാണ്, മൊത്തം ബന്ധിച്ചിട്ടേക്കാന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകരുത്, അത് നടത്തിപ്പില്ല, ചിരിക്കരുത്, കരയരുത്, അനങ്ങരുത്. ഇവൻ്റെ കൂടെ എങ്ങും പോകാൻ പറ്റില്ല. രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനേ പൊരുതി മരിക്കാൻ വന്നാ, പൊരുതി ജയിക്കാൻ അവസരമുണ്ടേ നോക്കും, ഇല്ലെങ്കിൽ ഇവിടെ മരിച്ച് വീഴുക കണക്ക്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഞാൻ നിരുത്സാഹപ്പെടത്തില്ല. അങ്ങനെ അങ്ങോട്ട് അടുക്കുമ്പോൾ താടി നീട്ടി വളർത്തിയ നീളമുള്ള ഉടുപ്പ് ധരിച്ച ചില വയോവൃദ്ധന്മാരുടെ സംഘം അടുത്തെത്തിന, പ്രഭോ, അങ്ങ് സൈറസ് അല്ലേ? അങ്ങേക്ക് ഈ കോട്ടയ്ക്കകത്തേക്ക് സ്വാഗതം. നിങ്ങളാരാ?
ശത്രുരാജ്യത്തേക്ക് എന്നെ ക്ഷണിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾ അങ്ങയുടെ ശത്രുക്കളൊന്നുമല്ല. അങ്ങൊരു ദിവസം ഇതുവഴി വരുമെന്നും ഇതിനകത്ത് കുടുങ്ങിയ ഞങ്ങളുടെ ജനസാമാന്യങ്ങളെ സ്വദേശത്തേക്ക് മടക്കി അയക്കുമെന്നും നീ ജനിക്കുന്നതിൻ്റെ പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നെക്കുറിച്ച് എഴുതിയ പ്രവചന ചുരുളുകൾ വായിച്ച് നീ വരുന്നതും കാത്തു 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 കഴിയുന്ന ഒരുപറ്റം യഹൂദ റബ്ബിമാരാണ് ഞങ്ങൾ. തന്നെക്കുറിച്ച് എഴുതിയ വേദഭാഗങ്ങൾ ഈ ചുരുൾ നിവർത്തി റബിമാരങ്ങോട്ട് വായിച്ചപ്പോൾ കോരേശ് കുതിരപ്പുറത്ത് നിലത്തിറങ്ങി നിലത്തെ മണ്ണുവാരി ചുംബിച്ചു. അയാൾ പിന്നെയും പറയുന്നുണ്ടല്ലോ, യഹോവ തന്നെ ദൈവം, അവൻ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു എന്ന് പിൽക്കാലത്ത് പറയുന്നുണ്ടല്ലോ. തന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ച ഒരു ദൈവത്തെ കോരേശ് തിരിച്ചറിയുക. നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഒരു മഹാദൈവം. ഈ ദൈവത്തിൻ്റെ ശബ്ദം എത്ര ആവർത്തി നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. മാറിയ കാലാവസ്ഥയിൽ നമുക്ക് ജീവിതത്തോടൊക്കെ വെറുപ്പായി. സഭാ സംവിധാനങ്ങളുടെ വെറുപ്പ്, പ്രവാചകനോട് വെറുപ്പ്, പാസ്റ്ററോട് വെറുപ്പ്, ലീഡറോട് വെറുപ്പ്, പാട്ടുപാടുന്നവരോട് വെറുപ്പ്. ഈ വെറുപ്പ് സംജാതമാക്കിയിട്ട് ഞാൻ മാത്രം ശരിയെന്ന ബോധത്തിലാണ് ഞാനിവിടെ വന്നതേ, നിങ്ങളും വരുന്നതേ. ഈ വെറുപ്പ് സൃഷ്ടിച്ച ഒരു ബന്ധനം ഉള്ളിൽ കിടപ്പുണ്ട്. നമുക്കതിനെ കുടഞ്ഞു കളയണം. കാരണം ഇവരെ ഒന്നും നോക്കിയല്ല ഞാനും നിങ്ങളിവിടെ വന്നത്. പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവത്തിൻ്റെ ശബ്ദമുണ്ടെങ്കിൽ ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഈ കോട്ടയ്ക്കകത്ത് ഞാൻ കടക്കും എന്ന ചിന്തയോടെ വന്ന ആ കോരേശിനെ പോലെ ഒരു പുതിയ ബലം നമ്മളിലെല്ലാം പകരട്ടെ. ഒപ്പം വന്ന പലരും ഇട്ടിട്ട് പോയി. ജയിക്കുമെന്ന് കരുതിയ, കൂടെ നിൽക്കുമെന്ന് കരുതിയ പലരും ഒപ്പമില്ലാതെ പോയി. പക്ഷേ അഭിഷേകമുള്ള, വാഗ്ദത്തമുള്ള ദൈവവിതലിൻ്റെ വഴി തടയാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ നമ്മളെ അനുഗ്രഹിച്ച ദൈവം എത്ര നല്ല ദൈവമാണെന്ന് ഓർത്തേ. അതുകൊണ്ട് പിന്തിരിയല് അകത്തോട്ട് കടന്നു. പക്ഷേ ഈ പുള്ളിക്ക് ഒത്തിരി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ഇതെങ്ങനെയാ കഥ തുറന്നേന്ന് അറിയണ്ടേ. അതും വചനത്തിലുണ്ട്. ബേൽശസ്സർ രാജാവ് അന്നൊരു വലിയ പാർട്ടി നടത്തി. വചനത്തിൽ എഴുതിക്കുക, ബേൽശസ്സർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വിരുന്ന്. 1000 VIP. ആ കൂടെ എത്ര പേര് കാണുമെന്ന് ആലോചിച്ച് അല്ലേ? മാരെല്ലാം അവിടെ 10-15 പേര്. ഒരു VIP 10 പേരെയും കൊണ്ട് വന്നില്ലേ VIP ആവുമോ? ഇല്ല. അപ്പോൾ ഇയാൾ ഇത്രയും പേരെ ക്ഷണിച്ചതാ. ഡിന്നറിനെ ക്ഷണിച്ചേ. പ്രഭാതത്തിൽ തുറന്നിട്ടതായി ഗസ്റ്റിന് കിടക്കാൻ. പാട്ടുകാർ വരണം, വാദ്യക്കാർ വരണം, നർത്തകർ വരണം, സാമന്ത രാജാക്കന്മാരുണ്ട്, രത്നവ്യാപാരികളുണ്ട്, കപ്പൽ വ്യാപാരികളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി രാവിലെ തുറന്നിട്ട വാതിലുകൾ സന്ധ്യാസമയത്ത് അടയ്ക്കാൻ മറന്നുപോയി. മുഴുവൻ വാതിലും താ തുറന്നിട്ടൊക്കെ. അതെന്തൊരു മറവിയാ! എങ്ങനെ മറന്നെന്നറിയോ? രാജാവ് സഹിതം സേനാനായകനടക്കം സകല പുള്ളികളും അടിച്ച് കോൺ തെറ്റി വീലൂരി നിൽക്കുകയാണ്. ചില കല്യാണത്തിനൊക്കെ ചെന്നാൽ കണ്ടിട്ടില്ലേ? മരണത്തിനും കല്യാണത്തിനൊക്കെ ചില ആളുകൾ. നിങ്ങളൊരു കാര്യം കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഈ മരണത്തിനും കല്യാണത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും ആ വീട്ടുകാരോ നാട്ടുകാരോ അല്ല, കട്ടപ്പനയിലെ ചാച്ചൻ്റെ മോനാ. അടിമാലിലെ കുഞ്ചാൻ്റെ ഇമാര് വന്നാൽ ഇവിടെ കയറി അടിയും മേടിച്ചുകൊണ്ട് പോകും. നമുക്ക് നോക്കി നിൽക്കാനല്ല വല്ലതും പറ്റുമോ? നാട്ടുകാരൻ അവിടെ വന്ന് നമ്മുടെ സകല ജോലിയും ചെയ്ത് കാശില്ലെങ്കിൽ കാശും കൂടെ തന്നേച്ചാകുമ്പോൾ ഉള്ളൂ. ജാതിമത ഭേദമന്യേ. ശരിയല്ലേ? ആ പാലക്കാട് കെട്ടിച്ചു വിട്ടാ ശോശാമ്മയുടെ ബന്ധത്തിൽപ്പെട്ടവനാണ് ഇവിടെ വന്ന് വെച്ച് അടിയും മേടിച്ചുകൊണ്ട് പോകുന്നത്. വെള്ളം അടിച്ചേച്ച് കണ്ടോ? ഇതൊക്കെ ഇപ്പോഴാണ് ദൈവമൊക്കെ മനസ്സിലായത്. ചുരുക്കി പറഞ്ഞാൽ വെള്ളം അടിച്ച് കോൺ തെറ്റി നിൽക്കുക. അപ്പം ചെറിയ ബോധം വരുമ്പോഴൊക്കെ ഈ ബേൽശസ്സർ ചോദിക്കുന്നുണ്ട്, ഇത്ര നമ്പർ കഥ അടച്ചോ, അതടച്ചോ, ഇതടച്ചോ എന്നൊക്കെ. ഇന്നലെയാണ് ഇത് കണ്ട ഉടനെ പറയും ഉത്തരവ്. ഉത്തരവുള്ളൂ. ഇന്നലെ വരെ ഉത്തരവേ എന്ന് പറഞ്ഞ് നിന്നവൻ ഇന്ന് എന്നാ നിൽക്കുന്ന ബേൽശസ്സറുടെ താടിക്കൊന്ന് കൊടുത്തിട്ട് പറയുക, അളിയാ ചുമ്മാ ഇരിക്കാൻ ഒരു തട്ട് ഉണ്ടോ. വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എപ്പോഴും ഓർക്കും, ഈ അളിയനെന്നുള്ള
മലയാള പദം കണ്ടുപിടിച്ച കേരളവാണിനിയെ സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ലേ? ആരാടാ ഈ പദം കണ്ടുപിടിച്ച? ഭയങ്കരമായിപ്പോയി. ഇപ്പോൾ അമ്മായിപ്പൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളതൊന്നും ഒത്തിരി പറയണ്ട. ചില മുഖങ്ങളൊക്കെ മ്ലാനമാകുന്നത് ഇന്ന് രാത്രി ഞാൻ അറിയുന്നു മകനെ. ആ വീട്ടേക്ക് പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ കഥ കടയ്ക്കാൻ വിട്ടു. ഈ വിരുന്ന് നടക്കുന്ന സ്ഥലം മനസ്സിലായോ? ആ പാതാളത്തിലാ. ആരും കാണാത്തടത്ത് വിരുന്ന് നടക്കുക. കുപ്പിയിൽ വൈൻ നിറച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ തകർച്ചയുടെ ഭാഗമായിട്ട് അയാൾ പറയണേ, എൻ്റെ വലിയച്ഛൻ യെരുശലേം ആക്രമിച്ച വഴിക്ക് കിട്ടിയ ആ വിലപിടിപ്പുള്ള പാത്രം ഇവിടെ കണ്ടു വെക്കാൻ. ഇവിടെ ഗ്ലാസ് ഇല്ലാഞ്ഞിട്ടല്ല, അഹങ്കാരം ഇങ്ങോട്ടെടുത്ത് നിരത്തി. അഭിസാരികമാർ വൈനൊഴിക്കുമ്പോൾ ദൈവം തീരുമാനിച്ചു അടി. ബൈബിളിലെ ദൈവം കണ്ടോ, പോസ്റ്റർ എഴുതി വെച്ചിട്ട് അടിക്കുമെന്ന്. ചുമ്മാ ഒളിച്ചും പാത്തുമല്ല, ഒളിച്ചും പാത്തും ചെന്നേ അടിച്ചിട്ട് പോരുമല്ല, സമയം പറഞ്ഞുള്ള അടി. ഹല്ലേലൂയ. ദൈവം നിൻ്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. മെനെ മെനെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ട് ഉപയോഗത്തില്ലാത്ത രണ്ട് നാണയങ്ങളാണ്. ഒക്കെ ഒത്തിരി കൊണ്ട് പറയാൻ പോട്ടെ. അങ്ങനെ ഇട്ട് നോക്കിയാലും നിനക്ക് വിലയില്ലെന്ന്. അത് കൊടുത്താൽ പോലും ആർക്കും പിന്നെ വേണ്ടെന്ന്. വചനം വായിച്ചപ്പോൾ അവൻ്റെ പാടിയെന്ന്. അതാ വചനത്തിൻ്റെ ശക്തി. നമുക്കത് സൗഖ്യം തരുമ്പോൾ, ചിലർത്തത് വിടുതൽ തരുമ്പോൾ, ചിലർത്തത് പുനർനിർമ്മിക്കുമ്പോൾ, നഷ്ടപ്പെട്ടതിനെ അത് വീണ്ടും രൂപപ്പെടുത്തുമ്പോൾ, ചിലയിടത്തത് ന്യായവിധിയായി അതിൻ്റെ പ്രവൃത്തി നിർവഹിച്ചു കൊണ്ടിരിക്കും. ആർക്കും അതിൻ്റെ പ്രവൃത്തിയെ തടയാനാവില്ല. ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതിയ വാക്കുകൾ വായിച്ച മാത്രയിൽ അവൻ്റെ പാടി. ഇത് യെശയ്യാവ് എഴുതി. യെശയ്യാവിലുണ്ടെന്ന് 21 അധ്യായം. പിന്നെ വായിച്ചാൽ മതി, സമയക്കുറവുകൊണ്ട് ഞാൻ പറഞ്ഞുവിടാ. ഏപ്പാടി തകർന്നു കിടക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഒന്ന് വായിച്ചോ, ഒന്ന് കറക്റ്റ് തെളിയിച്ചു പോവാം. വായിച്ച് യെശയ്യാ 21:1 മുതൽ. ആ ആ പ്രവാചകൻ പറയാണ്, കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കഠിനമാണല്ലേ? ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. പിന്നെ ആ ആ പിന്നെ ആ ആ എനിക്ക് ചെവി കേട്ടുകൂടാതവണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണ് കാണാത്തവണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലായി തീർന്നു. മേശ ഒരുക്കുകയും. അതുകൂടെ വരെ യോജിക്കും. പിന്നുള്ള കാര്യം പറ്റുന്നില്ല. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു, ദ്രോഹി ദ്രോഹം ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ചങ്ങാതി പറയുക, മേശ ഒരുക്കുക, നമുക്ക് വല്ലതും കഴിക്കാം. ശരിയാണോ? മേശ ഒരുക്കുകയും ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഭക്ഷിക്കാൻ പറ്റും? ഞാനത് മനസ്സിലാക്കി എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ, വൈഫിൻ്റെ ചേച്ചി വിവാഹം കഴിച്ച ആൾ, പെട്ടെന്ന് തീക്ഷ്ണമായ ഒരു പനി ബാധിച്ച് മരിച്ചു. മരണത്തിൻ്റെ തൊട്ടുമുമ്പ് ഈ ഹോസ്പിറ്റലിൽ ഞാനാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഈ അന്ത്യനിമിഷങ്ങളാണ്, മരിക്കുമെന്നൊക്കെ നമുക്ക് ഉറപ്പായി. അപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനൊരു തട്ട്. ഞാൻ തിരിഞ്ഞപ്പോൾ ഒരു ചങ്ങാതി പറയുക, ചോദിക്കുക, നെയ്യപ്പം വേണോ? ഞാൻ പറഞ്ഞു വേണ്ട. രണ്ടാമത് വീട്ടിലുണ്ടാക്കിയതാണ്, ഒന്നാന്തരമാണ്. ഈ മനുഷ്യൻ്റെയൊക്കെ വിവരം നമ്മളൊന്ന് ആലോചിച്ച, കച്ചവടത്തിന് വന്നതാണ് ഇവിടെ. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ആ സമയത്താണ് ചോദ്യം അല്ലേ? പണ്ട് നമ്മുടെ നാട്ടിലൊരു അപ്പച്ചൻ ശ്വാസം മുട്ടി ഇങ്ങനെ കിടക്കുക, ഇപ്പം മരിക്കും, വയ്യ, അതുപോലായി. മക്കളെല്ലാം ഇങ്ങനെ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഓരോന്ന് ചോദിച്ച കൂടെ ഇളയ മകൻ്റെ കൊച്ചുമോൻ, ആ വകുപ്പിൽപ്പെട്ട കൊച്ചുമോൻ ചെന്നിട്ട് ഓരോരുത്തർ ഓരോന്ന് ചോദിച്ചു,
അപ്പച്ചൻ അത് വേണോ ഇത് വേണോ ചോദിച്ചപ്പോൾ ഇവൻ ചോദിക്കുക, വലിയ പപ്പ സൈക്കിളേ കയറുന്നു. അവൻ്റെ സന്തോഷം ചോദിച്ചാൽ, കാരണം അവനോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുത്തന്നെ 10 മിനിറ്റ് സൈക്കിളെ ചവിട്ടിയാൽ ആ വിഷമം മാറി. സന്ദർഭം കൊച്ചിന് പിടികിട്ടിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്, വലിയ പപ്പ സൈക്കിളേ കയറുന്നു, ഞാൻ കൊണ്ടു കിടക്കാം എന്ന് പറഞ്ഞു. ലൈപ്പോയി സംഭവം. ഏതാ? ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു, മേശ ഒരുക്കുവിൻ, പരവതാനി വിരിപ്പിൻ, പിന്നെ ആ അയ്യോ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കരുത്, പരിചയം എടുത്തോണം. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നല്ലേ. ബൈബിൾ ഇങ്ങനെയൊക്കെ വായിക്കുന്നതിന് വല്ലതും പിടികിട്ടുമോ? അത് പ്രവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ എളുപ്പമാണ്. ഇത് മുഴുവൻ ബേൽശസ്സർ അനുഭവിച്ച കാര്യം എഴുതുകയെന്ന്. ബേൽശസ്സറുടെ ജീവിതാനുഭവങ്ങളെ 1 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ രേഖപ്പെടുത്തുമ്പോൾ ബേൽശസ്സർ ജനിച്ചിട്ട് പോലുമില്ല. ആ ബേൽശസ്സർ അനുഭവിച്ച ഈ സൈന്യം വരുന്ന രംഗം കണ്ടിട്ട് പറയാ, തെക്ക് മരുഭൂമിയിൽ നിന്ന് ചുഴലിക്കാറ്റ് പോലെ ദാ വരുന്നു കോരേശിൻ്റെ സൈന്യം. ഏലാമേ കയറിച്ചെല്ലുക. ഏലാം എന്ന് പറയുന്നത് പേർഷ്യ. ഏലാമേ കയറിച്ചെല്ലുക, പേർഷ്യയെ നിരോധിച്ചു കൊള്ളുക. അതിൻ്റെ ഞെരക്കമുണ്ടല്ലോ മദ്യപിച്ചിട്ടുള്ള, അത് ഞാൻ നിർത്തിക്കളയും. എന്നിട്ട് പറയുകയാണേ, എൻ്റെ അരയിൽ, ബേൽശസ്സറിൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവന് വേദന സംഭവിച്ചിരിക്കുന്നു. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. ഈ ഡിന്നറിന് ആളുകളെ വിളിച്ചുകൂട്ടി ആഘോഷത്തിമിർപ്പിൽ ഇങ്ങനെ നീങ്ങാമെന്ന് ചിന്തിച്ച ആ നിമിഷം എനിക്കവൻ വിറയലാക്കി തീർത്തു. പെട്ടെന്ന് പറയാ, പ്രഭുക്കന്മാരെ, ദാ ശത്രു വരുന്നു, നിങ്ങൾ ആയുധം കയ്യിലെടുക്ക്. എല്ലാ തരത്തിലും വഴിയടഞ്ഞു. ഒറ്റ വാക്കിൽ പറയാം, അന്ന് രാത്രി ബാബിലോൺ തകർന്നു. ഇത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന രാത്രി വരെ ആ ബാബിലോൺ പുതുക്കിപ്പണിയാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനെയും ചരിത്രം കണ്ടില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ശക്തി അത്ര വലുതാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. പുരാവസ്തു ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചുകൊണ്ട് അതിൻ്റെ തെളിവുകൾ മണ്ണടരുകൾക്കുള്ളിൽ ഇന്നും പൂണ്ടുകിടപ്പുണ്ട്. അന്ന് തകർന്നു ബാബിലോൺ. ആ തകർന്നു കിടക്കുന്ന രംഗം കൂടി വായിച്ച് നമുക്ക് നിർത്താം. പ്രവാചകൻ ആ രംഗം പ്രവചിക്കുന്നു. യെശയ്യാ 13:19 മുതൽ വായിച്ചാട്ടെ. രാജ്യങ്ങളുടെ മഹത്വവും ഈ മഹാനഗരത്തിൻ്റെ സുവർണ കാലഘട്ടം വരുന്നതിന് മുമ്പ് പ്രവാചകൻ പറയുക, അല്ലയോ മഹതിയാം ബാബിലോൺ, ദൈവം നിന്നെ സോദോം ഗൊമോറയെ തകർത്തതുപോലെ തകർക്കും. പിന്നെ അതിലൊരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല. പിന്നെ ഈ സ്ഥലത്തെ നോക്കിയിട്ട് പറയാ, ഇതിലിനി അധികം നാളും മനുഷ്യർ പാർക്കുകയില്ല, തലമുറയോളം ആരും വസിക്കില്ല. പിന്നെ 20-ാം വാക്യല്ലേ, അറബിക്കാരൻ അവിടെ, അത് നമുക്ക് നാളെ വേണം. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കില്ല. ഉറപ്പായിട്ട് വായിച്ചു. ഇറാഖിലെ അറബിക്കാരൻ കൂടാരം അടിക്കില്ല ഈ പറഞ്ഞ സ്ഥലത്ത്. വിശദീകരണം പിന്നെ പറയാം. പിന്നെ ഇടയന്മാർ ആടുകളെ കിടത്തുകയില്ല. പിന്നെ എന്തോന്നാ കേൾക്കാം, സ്പീഡിൽ പോവല്ലേ. അവിടെ ആരാ കിടക്കുന്നത്? ഒരു ചങ്ങാതി ഒരിക്കൽ ഇത് മരുമകൾ അവിടെ കിടക്കുന്നു. നമ്മളെയൊക്കെ അമ്മച്ചിമാരോടാ പറയുന്നത്, എന്തോന്നാ മരുമകൾ അവിടെ കിടക്കുന്നു ബാബിലോണിൽ. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. പിന്നെ അവരുടെ വീടുകളിൽ മൂങ്ങാന്തറയുടെ വീടിനെ പറ്റിയൊക്കെ ഒത്തിരി ഉണ്ട് പറയാൻ. അത്ര മനോഹരമാണ് ഈ നെബൂഖദ്നേസറും ബേൽശസ്സറും ഒക്കെ കിടന്ന ആ വീട്. അപ്രപഞ്ച കട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒലിമരത്തിൻ്റെ തായ്തടിയിൽ 101 ദിവസത്തെ കൊത്തുപണി 101 ആശാരിമാർ നടത്തിയതാണ്. അത്ര ശില്പവിദ്യ, പരസ്പരം വൈരാഗ്യമുള്ള മൃഗങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിൽ കീരിയും പാമ്പിനെയൊക്കെ കൊത്തി റെഡിയാക്കി വെച്ചിരിക്കുക. ഇത്തരം സപ്രപഞ്ചക്കട്ടിലിൽ ഈ ഭാര്യ കിടക്കുന്ന മൂങ്ങ കിടക്കും. മനസ്സിലായില്ലേ? മൂങ്ങ നിറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഭൂതങ്ങളുടെ നൃത്തം ഒത്തിരി ഉണ്ട് പറയാൻ. പോട്ടെ,
ഇന്ന് ഇറാഖ് നിങ്ങൾ സന്ദർശിച്ചാൽ ഈ പഴയ ബാബിലോണുള്ള സ്ഥലത്തു കൂടി പോകണം. ആ പോകാനുള്ള വിദ്യയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പേഴ്സണലി കണ്ടാൽ മതി. സ്ഥലം പറഞ്ഞുതരാം, എൻ്റെ രീതികൾ. നമുക്കവിടെ പോകാം. സുവിശേഷം അറിയിക്കാനൊക്കെ ആയിട്ട് പോകാം, വഴികളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ സ്ഥലം കാണാൻ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് സിറ്റി ഓഫ് ബാബിലോൺ, ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ. ഉറക്കം തൂങ്ങിയിരിക്കുന്ന 2 പോലീസുകാരും ഐശ്വര്യമില്ലാത്തൊരു സ്റ്റേഷൻ മാസ്റ്ററും എല്ലാം കൂടെ കൂടി ഗതി കെട്ടിരിക്കുന്നൊരവസ്ഥ. ചില സഭയെ കണ്ടിട്ടില്ല അങ്ങനെ, ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ പറഞ്ഞു, മാസേവ 4 പേരിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് തുടങ്ങാം, എത്രയും പെട്ടെന്ന് തുടങ്ങാം. അപ്പോൾ അവർ പറഞ്ഞില്ല, ആൾ വരണം. ഞാൻ പറഞ്ഞത് വചനം തന്നെ ഇങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മൾ സ്റ്റേജിൽ 24 മൂപ്പന്മാർ, തൊട്ട് മുമ്പിൽ 4 ജീവികൾ. വെളിപ്പാട് 4 വായിച്ചിട്ടില്ലേ? മാസത്തിന് 24 മൂപ്പന്മാർ സ്റ്റേജിൽ, തൊട്ട് മുമ്പിൽ 4 ജീവികൾ. വചനാടിസ്ഥാനത്തിലാണ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഇതുപോലൊരുത്തന്നെ അവിടെ ഇരിപ്പുണ്ട്, ഉറക്കം തൂങ്ങിയിരിക്കുക. ഇനി ഗൈഡ് വന്ന് നമ്മളെ വിളിക്കും, നമ്മളെ വണ്ടിയെ കയറ്റും, ഇവൻ വിശദീകരിച്ചൊക്കെ തരും, ഇവർ പറഞ്ഞു തരും. നമ്മുടെ ഈ എക്യുപ്മെൻറ്റ്സും മറ്റ് ബാഗും എല്ലാം സൂക്ഷിച്ച് വെച്ചോണം, ഒന്നും കയ്യിലെടുക്കരുത്. അപ്പോൾ അതൊക്കെ പൂട്ടി റെഡിയാക്കി വെക്കണം. ഗ്ലാസ് തുറക്കരുത് വണ്ടിയുടെ. ഇത് മലയാളികളുണ്ടെങ്കിൽ ഒത്തിരി തവണ പറയണം, പല ആവർത്തി ഇത് പറഞ്ഞാലേ ഒക്കുള്ളൂ. അപ്പം ഇതെല്ലാം റെഡിയാക്കി വണ്ടി പോകുമ്പോൾ ഇയാൾ ഒന്നുകൂടെ ഉറപ്പാക്കും. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, വണ്ടി എവിടെയെങ്കിലും നിർത്തിപ്പോയാൽ നമ്മൾ ഗ്ലാസ് തുറന്നാൽ ഇതിനകത്തേക്ക് ഈ പറവജാതികളെല്ലാം പറന്നു വരും. മൂങ്ങകൾ, ഒട്ടകപ്പക്ഷി ഗ്ലാസിൻ്റെ അകത്തൂടെ. അത് പരിണാമം റിവേഴ്സിൽ നടക്കണം. പരിണാമം റിവേഴ്സിൽ നടന്നിട്ട് വേണം അത് വരാൻ. അങ്ങ് പോട്ടെ. ഈ ഗ്ലാസ്സിലൂടെ ഇവയൊക്കെ പറന്നകത്ത് കയറും, കുറുക്കന്മാരകത്ത് കയറും. കുഞ്ഞു കുറുക്കനായി ഇതിനകത്ത്. അല്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കുഞ്ഞു കുറുക്കൻ മതിയല്ല, അത് കൂടുതലൊന്നും വേണ്ട. ഇതെല്ലാം ഇതിനകത്ത് കയറും. നമ്മൾ ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കും. നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇറങ്ങി കാണാൻ പറയും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ പറയും, പെട്ടെന്ന് കയറിക്കോ. അവർക്കറിയാം, ചില സിഗ്നൽസ് അറിയാം. കരിനാഗങ്ങൾ അവിടെ കാണും, അടയാളം അവർക്കറിയാം. അതുവഴിയൊന്നും പോകാൻ പാടില്ല. ഷൂ ഒക്കെ ഇട്ടേ പാനൊക്കെ ഉള്ളൂ. നമ്മൾ സിമ്പിളാന്ന് പറഞ്ഞ് ചെരുപ്പ് വിട്ട് അതിലൊന്ന് പോയി നോക്കി. ചില ആളുകളില്ല, സിമ്പിളാണ്. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പുതിയ ദർശനം കിട്ടിയെന്ന് പറഞ്ഞു. നമ്മുടെ അവിടുത്തെ നാട്ടുകാരല്ലേ, പുതിയൊരു ആത്മീയത അവനെ കിട്ടി. സിമ്പിളായിരിക്കണം, പേസ്റ്റ് ഇട്ട് പല്ല് കേൾക്കാൻ പാടില്ല, ഉമിക്കരി, പഴയ രീതി. ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഭയങ്കര കൃപയാണല്ലോ. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു, കൃപയില്ലാത്ത കുറേ ഞങ്ങളെപ്പോലെ പാവം മനുഷ്യരിവിടെ ഉണ്ട്, നീ പല്ല് കേൾക്കാൻ അങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറഞ്ഞു. കൃപയില്ലാത്തവനോട് ജീവിക്കണ്ടേ എങ്ങനെയും? ഇവനെ പോലെ കൃപ കിട്ടി. ഇതുവഴി പോകല്ലേ, ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറയാം, ഡ്രസ് കോഡൊക്കെ പറയാം അവിടെ ഇറങ്ങുമ്പം. ഇല്ലേ പ്രശ്നം, അപകടമാണ്. ഇവരിങ്ങനെ നോക്കി നിൽക്കുക. ഇതെല്ലാം കണ്ട് വരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു തരും. ആഴത്തിലെ കുഴികൾ കാടുപിടിച്ച കിടക്കുക, ദാനിയേലിനെ ഇട്ട സിംഹക്കുഴി പോലുള്ള പീഡന സ്ഥലങ്ങളാണ്, തീച്ചൂളകൾ. ഇതുവഴി നടന്ന രാജാക്കന്മാരുടെ ഹുങ്കും അഹങ്കാരവും ഉഗ്രപ്രതാപങ്ങൾ മുഴുവൻ ചിതറിക്കിടക്കുന്ന കോട്ടകളും കല്ലുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം ചരിത്രത്തോട് ഇടപെട്ട ആ രീതിയുടെ ആധികാരികത എത്ര വലുതാണെന്ന്. ഇന്നും കിടക്കുക ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട്. ഒരു 4 മണി നേരമൊക്കെ എത്തുമ്പോഴേക്കും നമ്മളെ വണ്ടി കയറ്റും. കാരണം അന്തരീക്ഷം പെട്ടെന്നങ്ങ് മാറും. കൂമൻ കൂവുന്ന ശബ്ദം, കുറുക്കന്മാർ ഊരിയിടുന്ന ശബ്ദം, ഒരു ഭീകരത. പെട്ടെന്ന് കയറിക്കോ. അതിനെന്താ പറഞ്ഞേ? ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികൾ ഒലിയിടും. അതിൻ്റെ സമയം ദീർഘിച്ചു പോകയില്ല. ഇന്നിവിടം വിട്ടു പിരിയുമ്പോൾ ബൈബിൾ കാലത്തോടിടപെട്ട പ്രവചനത്തിൻ്റെ ശബ്ദം ഇത്ര ആധികാരികമെങ്കിൽ പലരും അത് പുതുക്കിപ്പണിയാൻ രാജാക്കന്മാർ വന്നു. ബാത്ത് പാർട്ടിയുടെ നേതാവായി അധികാരത്തിലെത്തിയ സദ്ദാം ഇത് പണിയാൻ തീരുമാനിച്ചു. 100 വിദഗ്ധരായ ആർക്കിടെക്ചേഴ്സിനെ കൊണ്ടുവന്നു. മലയാളികളുണ്ട് 3 പേര്. പത്രക്കട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന്
അമേരിക്ക സദ്ദാമിനെ പിന്തുണയ്ക്കുന്ന കാലമാണെന്ന് ഓർത്തോണം. $8 ആസ്തി, ഏകാധിപത്യം, ഇതെല്ലാം കയ്യിലുണ്ട്. അദ്ദേഹം പബ്ലിക് റിലേഷൻസ് വകുപ്പിന് വേണ്ടി പുറത്തിറക്കിയ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററിൽ എഴുതി ഉടവാളും തലപ്പാവും ധരിച്ചിരിക്കുന്ന സദ്ദാം, താഴെ എഴുതിയായാം സദ്ദാം ഹുസൈൻ ദ സെക്കൻഡ് നെബുക്കദ്നേസർ. റീബിൽഡ് ചെയ്യാൻ പോയത് സ്കെച്ചും പ്ലാനൊക്കെ എടുത്തു, പണിതില്ല. പണി നടക്കാത്തത് എന്താണെന്നറിയണ്ടേ? അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. ദൈവം തകർത്തിട്ട ഇടങ്ങളെ പുനർനിർമ്മിക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവം പണിതതിനെ ഉടയ്ക്കാൻ ആർക്കും സാധിക്കയില്ല. അക്ഷരിക യെരുശലേമും തകർന്നു, അക്ഷരിക ബാബിലോണും ദാ തകർന്നു കിടക്കുമ്പോൾ വചനം പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞെങ്കിലും അത് തകർന്നെന്നും പണിയല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമ്മൾ രാവിലെ വായിച്ചു, ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ബാബിലോണിനെ തകർക്കും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, അതിപ്പോൾ ഇല്ലല്ലോ, ഇല്ലാത്ത സാധനം തകർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. യേശുവിന് 560 വർഷം മുമ്പേ, അത് 506 വർഷം മുമ്പേ തകർന്നു, ഇപ്പോൾ അതവിടെ ഇല്ലെന്ന്. അപ്പോൾ എന്താ വെളിപ്പാട് പുസ്തകക്കാരൻ പറഞ്ഞത്? ഇങ്ങനെ തകർക്കും. അതെന്താ അറിയണ്ടേ? നാളെ ഇനി പോര് പ്രാർത്ഥിച്ചു, നാളെ നമുക്ക് കണ്ടു കളയാം. ഹല്ലേലൂയ. വചനം പഠിക്കുന്നുള്ളൂ, അതിൻ്റെ മാധുര്യം ഭയങ്കരമാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ജോലിയും കളഞ്ഞു വാ, അതിൻ്റെ ഗുണം മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന്. ശരീരത്തിനും മനസ്സിനും ഒക്കെ അത് പകരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലേ? ആ ചെറുത്ത് നിൽക്കാൻ അതൊരു ബലമാണ്. ഹല്ലേലൂയ. ആ സ്തോത്രം. പറഞ്ഞത് അന്ന് തകർന്നു ബാബിലോൺ, കാലമേറെ കഴിഞ്ഞ് നമ്മുടെ കർത്താവ് തകർത്തു ജെറുസലേം അല്ലേ? AD 70 തകർന്ന ആ പ്രവചനത്തിൻ്റെ ഫലമായിട്ട് അത് വീണ്ടും പണിയാൻ കല്ല് വെച്ചോണ്ടിരിക്കുകയെന്നോ, ചുവന്ന പശുക്കുട്ടി അതിൽ ഓടുന്നെന്നൊക്കെയാണ് പറഞ്ഞു. 20 കൊല്ലം മുമ്പ് പശുക്കുട്ടി ഓടി തുടങ്ങിയതാണ്. 20 അല്ല, ഞാൻ ഒത്തിരി നാൾ മുമ്പ് കേട്ടു ചുവന്നൊരു പശുക്കുട്ടി, അതും ചത്ത് അതിൻ്റെ കുഞ്ഞും ചത്ത് കാണും അല്ലേ? അതൊക്കെ പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ അതിശോക്തി നിറഞ്ഞ കഥകളിലൂടെ പോരുത്, റിയാലിറ്റിയോട് ബന്ധം വേണം ഈ കാര്യങ്ങൾ പറയുമ്പോൾ. ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് ഇനി പണിയാനിരിക്കുന്ന ബാബിലോൺ? എന്താണ് അതിൻ്റെ രൂപിമ വ്യവസ്ഥ? അത് പണിയാൻ വരുന്ന ആ ഏകാധിപതി ആരാണ്? അവൻ്റെ വ്യാപാരക്രമം എന്താണ്? എങ്ങനെയാണ് അവൻ ലോകത്തെ വഞ്ചിക്കുന്നത്? എങ്ങനെയാണ് അവൻ തകരുന്നത്? തകർന്നിട്ട് അത്യുന്നതനായ ദൈവം ആർക്കും തകർക്കാനാവാത്ത ഒരു രാജ്യം സ്ഥാപിക്കുന്നത്. ഇതായിരിക്കും നാളെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നാളെ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, എനിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ദുഃഖം വേണ്ട. നമ്മളറിഞ്ഞ അറിവുകളുടെ അപ്പുറത്ത് അനുഭവിക്കുന്ന ഒരു മനോഹാരിതയുടെ ജാലകം ദൈവം നമുക്കായി തുറന്നിട്ടിട്ടുണ്ട്. ഈ പ്രസംഗം, ഈ ക്ലാസ് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മുടെ പ്രാണൻ പാതി വഴിയിൽ പട്ടുപോയാലും ഒരു പ്രത്യാശ നമുക്ക് വേണം. ഹല്ലേലൂയ. നിത്യതയിൽ കാണാം. ഒരു കാര്യം ഓർത്തപ്പോൾ പറയട്ടെ, ഞാൻ അതീവ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ദിനങ്ങളിൽ. എൻ്റെ 2 മക്കൾ, നമുക്ക് ചേട്ടൻ്റെ കൊച്ചുമക്കളാണ്, ഈ കയ്യിലൊക്കെ ഇട്ട് വളർത്തിയ നല്ല വിശ്വാസികൾ, നല്ല കുഞ്ഞുങ്ങൾ. 2 ആഴ്ച മുമ്പുള്ളൊരു ഞായറാഴ്ച പിറ്റേന്ന് അവർക്ക് കോളേജിൽ പോകണം. തൊട്ടടുത്തുള്ളൊരു പാറമടക്കുളത്തിൽ, കരിങ്കൽക്വാറി, അവിടെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. അതിലേക്ക് ഇറങ്ങാനുള്ള വഴിയിലെ ചെളിയിൽ തട്ടി 5 കൂട്ടുകാർ, ഒരുത്തൻ രക്ഷിക്കാൻ ചാടി, അത്രയും കുട്ടികൾ വീണു. അതിലെ മുതിർന്ന കുട്ടി 3 പേരെ രക്ഷിച്ച് കരക്കയറ്റി. അപ്പോഴേക്ക് അവൻ ക്ഷീണിച്ചു. ഒരുവനിങ്ങനെ മുങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ ബാക്കി കൂട്ടുകാർ പറഞ്ഞു, ചേട്ടാ ഈ പോവല്ല്. അപ്പോൾ അവനൊരു വാക്ക് പറഞ്ഞു, കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ വരില്ല. എടുത്തൊരു ചാട്ടമാണ്, 2 ആളും മരിച്ചു. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച എന്നെ അറിയിച്ചില്ല വീട്ടിലാരും. പെട്ടെന്ന് ഈ 2 പേരുടെ വിയോഗം. ഞാനന്ന് പോയ ചർച്ചിൽ 2 ചർച്ചിലുണ്ടായിരുന്നു. ഉക്രൈനികളുടെ ചർച്ചിലുമുണ്ട്, നമ്മുടെ ചർച്ചിലുണ്ട്. അപ്പോൾ അവിടെ പ്രസംഗിച്ചത്, ഇതൊന്നും അറിയാതെ പ്രസംഗിച്ചത്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ
അവർ അതിനെ ജലാശയമാക്കും. എൻ്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. സന്തോഷം ആ പ്രായമുള്ള ഒത്തിരി ചെറുപ്പക്കാരായ യോഗത്തിലുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല പ്രാർത്ഥനയിൽ സമർപ്പണത്തിൽ അങ്ങനെ നിലകൊണ്ടു. വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ ഫോൺ നിറച്ച് മിസ്ഡ് കോളാണ്. നോക്കുമ്പോഴേക്കും നാളെ രാവിലെ അടക്കം, പെട്ടെന്ന് അടക്കണം. ലങ്സിലെല്ലാം ചെളി കയറി ഭീകരമായ അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഇഹലോകം വിട്ട് കറുത്ത സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇവിടെ നിന്ന് ഞാനൊരു മെസ്സേജ് പറയാൻ ബാധ്യസ്ഥനായി ഓൺലൈനിൽ. കണ്ട സന്തോഷനിർഭരമായൊരു അനുഭവം. രണ്ടാളുടെയും മൃതദേഹം ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിലൊരു കുട്ടിയുടെ അപ്പനെ നന്ദി പറയാൻ വിളിച്ചപ്പോൾ അവൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുക, മരിന്ന് ഞായറാഴ്ച പകലും സാക്ഷി പറഞ്ഞവരാ, അവരിന്നും ആരാധിച്ചവരാ. ദുഃഖമുണ്ട്, ഞങ്ങൾക്ക് ഭാരമില്ല. ഈ പുസ്തകം ഞങ്ങളുടെ വെളിച്ചമാ, വഴികാട്ടിയ. ഒരു പുതിയ ബലം എനിക്കും ലഭിച്ചു, പുതിയൊരു ശക്തി എനിക്കും ലഭിച്ചു. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നശ്വരമായ ജീവിതത്തിൽ നാളെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും അത് വേദന കൊണ്ട് പറയല്ല, പ്രത്യാശ ഉണ്ട്. നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരുമിച്ച് കൂട്ടുമെന്നുള്ള മഹച്ചിന്തയിൽ ഇന്നിവിടം വിട്ട് പിരിയുമ്പോൾ ആ നിത്യത ഉറപ്പാക്കാത്ത ഒരാളെങ്കിലും ഇതിനകത്തോ നമ്മുടെ ഭവനങ്ങളിലോ ഉണ്ടെങ്കിൽ ഇന്നാളിൽ നമ്മുടെ സമാധാനത്തിലുള്ളത് നമുക്കും കരുതേണ്ടിയിരിക്കുന്നു. ഈ പ്രഥമ രാത്രിയിൽ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. തലമുറകളെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടച്ച്. കുഞ്ഞുങ്ങൾക്ക് പഠിപ്പുണ്ട്, ജോലിയുണ്ട്, വേണ്ടതൊക്കെ അവർക്കുണ്ട്. നമ്മൾ അനുഭവിക്കാത്ത എത്ര സൗഭാഗ്യങ്ങൾ ദൈവം ഈ ദേശത്ത് അവർക്ക് കൊടുത്തു. പക്ഷേ ഏറ്റവും വലിയ സൗഭാഗ്യം അവർ യേശുവുള്ളവരാകണം. അവർ കർത്താവിനെ അറിയണം, ആത്മാവിൽ ആരാധിക്കണം, അന്യഭാഷകളിൽ ആരാധിക്കണം, വീണ്ടും വരവിൽ എടുക്കപ്പെടണം. ഈ മനസ്സോടെ ഈ രാത്രി ആര് വചനം കേൾക്കുന്നോ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുക. ജീവിതം സമർപ്പിച്ച എത്ര പേരുണ്ട്. നമ്മുടെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളെ തമ്പുരാൻ തൊട്ടനുഗ്രഹിക്കേണ്ടതിന്, ചെറുമക്കളെ തൊട്ടനുഗ്രഹിക്കേണ്ടതിന്, നാളുകളിൽ നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തുനിന്ന് അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകരായി, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറാൻ ദൈവം പ്രചോദിപ്പിക്കേണ്ടതിന് ആർക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. ഈ പ്രവചന നിവൃത്തിയുടെ സായന്തനത്തിൽ നമ്മുടെ കർത്താവ് വന്നേക്കാം. അവൻ്റെ വരവിൽ വെള്ളരിപ്രാവുകളെപ്പോലെ ചിറക് ധരിച്ച് അനന്തവിഹായസിലേക്ക് പറക്കാൻ കാതോർത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തലമുറയ്ക്കത് കിട്ടാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് ആ സദ്വർത്തമാനത്തിൻ്റെ മുമ്പിൽ നമുക്കവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എനിക്കായി, എൻ്റെ കുടുംബത്തിനായി, എൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കണമെന്ന് ആർക്ക് പറയാം? അഭിമാന പുരസരം ചില കരങ്ങൾ ഉയർന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ഞങ്ങളുടെ തലമുറകളെ ഈ ദേശത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. തലങ്ങും വിലങ്ങും 2 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വചനം പ്രസംഗിച്ച അഭിഷിക്തന്മാരുടെ മണ്ണിൽ ഇന്നാകാത്ത പലതും രൂപപ്പെട്ടു വരുന്നു. ലോകത്തേറ്റവും അധികം ആളുകളോട് സുവിശേഷം എത്തിച്ച ഒരു രാജ്യത്ത്, ബൈബിൾ ലോകത്തേറ്റവും അധികം രാജ്യങ്ങളിൽ എത്തിച്ച ഒരു രാജ്യത്ത്, അതിനുവേണ്ടി ഫണ്ട് റൈസ് ചെയ്തൊരു രാജ്യത്ത് ഇന്ന് പലതും ആത്മീക വിരുദ്ധമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് നിരാശയില്ല. പ്രതിസന്ധി അതിജീവിച്ചവൻ കൂടെയുണ്ട്. ഈ കടമ്പയും മറികടക്കാൻ, താമ്രവാതിലുകളെ തകർക്കാൻ കെൽപ്പുള്ളവൻ്റെ അധികാരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇരുമ്പോഴാമ്പലുകൾ കണ്ണിക്കുന്നവൻ്റെ അധികാരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സഭ സജ്ജീകരിച്ച യോഗം ചില കുടുംബങ്ങൾക്ക് വിടുതലാകണം, വ്യക്തികൾക്ക് വിടുതലാകണം. ഈ രാത്രി വചനം കേട്ട സകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ.